Hi students, welcome to Edwin Classroom. So today we are going to deal with the paper BEGC 110 British Literature 19th Century. Okay, particularly the second unit of this paper. Okay, so we have already covered block 1, block 2 and block 3 as well as the unit 1 of block 3. Okay, so today it's the time for second unit of this third block. Okay, that is, what is the third block? Third block is full of what? We have already discussed about this block, okay, in the last sessions. So third block is all about Victorian poetry. Okay, so there you have to study Alfred Lord Tennyson and Robert Browning. So the first two units are dealing with Alfred Lord Tennyson and his famous works, and unit 3 and 4 will be focused upon Robert Browning and his famous works. Okay, ഇന്ന് നമ്മളിവിടെ നോക്കാൻ പോകുന്നത് യൂണിറ്റ് 2 ആൽഫ്രഡ് ലോർഡ് ടെന്നിസൺ 2 എന്ന് പറയുന്ന യൂണിറ്റ് ആണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ടെക്സ്റ്റിൽ കാണാൻ പറ്റുന്നത് പോലെ തന്നെ എന്തൊക്കെയാണ് ആ യൂണിറ്റിൽ പഠിക്കാനുള്ളത്? ഒരു ഇൻട്രൊഡക്ഷൻ കൊടുത്തിട്ടുണ്ട് അല്ലേ, വിക്ടോറിയൻ ഏജ് ആൻഡ് ടെന്നിസൺ എന്ന് പറഞ്ഞൊരു ഇൻട്രൊഡക്ഷൻ. അത് ഓൾറെഡി നമ്മൾ യൂണിറ്റ് ഫസ്റ്റിൽ ഡീൽ ചെയ്തതാണ്. എന്നിരുന്നാലും ഒരു നിങ്ങൾക്ക് ഒരു ഒരു ഫ്രഷ് ഫീലിംഗ് തോന്നാൻ വേണ്ടിയിട്ട് ഒന്നല്ലെങ്കിൽ അതിൻ്റെ പ്രയർ നോളേജ് അല്ലേ, മുന്നത്തെ കാര്യങ്ങൾ പഠിച്ചതൊക്കെ റിവൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് വൺസ് അഗെയിൻ അവിടെ ഒരു ഇൻട്രൊഡക്ഷൻ കൊടുത്തിട്ടുണ്ട്. ദെൻ വി വിൽ സ്റ്റഡി ദ ഫേമസ് വർക്ക്സ് ഓഫ് ടെന്നിസൺ, ദാറ്റ് ഈസ് ദ Splendor Falls. Okay, the Splendor Falls, that is a poem, okay, famous poem written by Tennyson, and the another poem is The Lady of Shalott. Okay, The Lady of Shalott. അപ്പോൾ ഈ രണ്ട് poems ആണ് നമ്മൾ ഇതിലൂടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഈ ഒരു യൂണിറ്റിലൂടെ. സോ ഫസ്റ്റ് നിങ്ങൾക്ക് ബോർഡിൽ കാണാൻ പറ്റുന്ന പോലെ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, ആൽഫ്രഡ് ലോർഡ് ടെന്നിസൺ 2 എന്ന് പറഞ്ഞിട്ട് ഒരു ഇൻട്രൊഡക്ഷൻ പാർട്ടാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ എന്താണ് എന്ന് നോക്കാം. ഒരു ഇൻട്രൊഡക്ഷൻ്റെ ഭാഗത്ത് ദ വിക്ടോറിയൻ ഏജ് ആൻഡ് ടെന്നിസൺ എന്ന് പറയുന്ന പോർഷൻ എന്താണ് സംസാരിക്കുന്നത് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, സോ ദിസ് യൂണിറ്റ് ഇൻട്രൊഡ്യൂസസ് us to one of the greatest poets of Victorian age, that is Alfred Lord Tennyson. Then through this unit we study two of his famous poem that we have already discussed. Okay, and it also explains why poetry is important. അപ്പം നമ്മളിങ്ങനെ പറയില്ലേ, പോയം അല്ലെങ്കിൽ പോയട്രിക്ക് ലിറ്ററേച്ചറിലെ ഇമ്പോർട്ടൻസ് എന്താണെന്നുള്ളത്, അത് നമ്മളിവിടെ നോക്കൂ കേട്ടോ, എന്താണ് എന്നുള്ളത്. ദെൻ പോയട്രി ഈസ് നോട്ട് മിയർലി എ കളക്ഷൻ ഓഫ് ബ്യൂട്ടിഫുൾ വേർഡ്സ്. അവിടെ ഒരു ഇൻട്രൊഡക്ഷൻ കൊടുക്കുന്നുണ്ട്. അതായത് പോയട്രി എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് നോട്ട് merely a collection of beautiful words, but it helps us understand life, emotions, hopes, fear, joys and sorrows. നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു ഡെഫിനേഷൻ ആണ് അല്ലേ പോയട്രി എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ ഏതൊരു വർക്ക്സ് ആയിക്കോട്ടെ, ആ വർക്ക്സിലൂടെയൊക്കെ റൈറ്റേഴ്സ് എന്താ ഉദ്ദേശിക്കുന്നത്, ആ കറൻറ്റ് സിറ്റുവേഷൻ അല്ലേ, അവർ ജീവിച്ചിരിക്കുന്ന കറൻറ്റ് സൊസൈറ്റിയുടെ ട്രൂത്ത്ഫുൾ ആയിട്ടുള്ള അല്ലെങ്കിൽ എന്താണ് ഫാക്ട്സ് ആയിട്ടുള്ള കാര്യങ്ങൾ ആളുകളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. സോ ഇതിലൂടെ എന്താ പറയുന്നത്, പോയട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബ്യൂട്ടിഫുൾ വേർഡ്സ് മാത്രം നിറഞ്ഞു നിൽക്കുന്ന ഒരു ലിറ്ററേച്ചർ അല്ല. ഇറ്റ് ഹെൽപ്സ് us അണ്ടർസ്റ്റാൻഡ് ലൈഫ്, ഇമോഷൻസ്, ഹോപ്സ്, ഫിയേഴ്സ് ആൻഡ് ജോയ്സ് ആൻഡ് സോറോസ് എന്നാണ് പറയുന്നത്. Through poetry, readers discover new perspective and connect literature with their own experience. Okay, so that's the introduction. ഇനി നമുക്ക് the Victorian age and Tennyson എന്താ നോക്കാം. സോ നമുക്കറിയുന്നത് പോലെ തന്നെ വിക്ടോറിയൻ ഏജ് എൻ്റെ ഒരു ടൈം പീരീഡ് എന്ന് പറയുന്നത് എത്രയാണ്? 1837 to 1901. സോ ദിസ് പീരീഡ് ഇസ് നോൺ ആസ് ദി റെയിൻ ഓഫ് ക്വീൻ വിക്ടോറിയ. ക്വീൻ വിക്ടോറിയയുടെ റെയിൻ അല്ലേ, ഭരിച്ചിരുന്ന ആ ഒരു കാലഘട്ടത്തെയാണ് നമ്മൾ വിക്ടോറിയൻ ഏജ് എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ് വാസ് ആൻ ഏജ് ഓഫ് എനോമസ് ചേഞ്ച് ആൻഡ് ഡെവലപ്മെൻറ്റ്സ് ഇൻ ഇംഗ്ലണ്ട്. അപ്പം ഇതുവരെയുള്ള, അതായത് നമ്മുടെ വിക്ടോറിയൻ ഏജിൻ്റെ തൊട്ട് മുന്നേ ഉള്ള ഏജ് വരെ ഉള്ള കാര്യങ്ങളല്ല വിക്ടോറിയൻ ഏജിൽ വരുന്നത്. വിക്ടോറിയൻ ഏജിലേക്ക് വരുമ്പോഴത്തേക്ക് എല്ലാ ഭാഗത്തും എവറി ഫീൽഡ് ഓഫ് സൊസൈറ്റി എന്താണ്, ഒരു എനോർമസ് ആയിട്ടുള്ള ചേഞ്ചസ് അല്ലെങ്കിൽ ഒരു വലിയ ഡ്രാസ്റ്റിക് ചേഞ്ചസ് തന്നെ കാണാൻ പറ്റിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഡെവലപ്മെൻറ്റ്സ്, ഓക്കെ, എല്ലാ ഫീൽഡിലും ഡെവലപ്മെൻറ്റ്സുകളും ഉണ്ടായിട്ടുണ്ട്.
ബിക്കോസ് എന്താണ് നമ്മുടെ വിക്ടോറിയൻ ഏജ് കഴിഞ്ഞ് തൊട്ട് അടുത്ത് വരുന്നതാണ് മോഡേൺ ലിറ്ററേച്ചർ അല്ലേ, അല്ലെങ്കിൽ മോഡേൺ വേൾഡ് എന്ന് പറയുന്നത്. അതായത് എവറിത്തിങ് എല്ലാം ചേഞ്ച് ആയിട്ടുള്ള, എല്ലാം ഡെവലപ്ഡ് ആയിട്ടുള്ള ഒരു എന്താണ് ഹൈ ലെവൽ കണ്ടീഷൻ എന്ന് നമ്മൾ പറയില്ലേ, ആ ഒരു സിറ്റുവേഷനിലേക്കാണ് നമ്മൾ അടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വിക്ടോറിയൻ ഏജും അതിൻ്റെ ഒരു ഇൻഫ്ലുവൻസ് നന്നായിട്ട് വന്നിട്ടുണ്ട്. വി ക്യാൻ സീ സോ മെനി ചേഞ്ചസ് ഇൻ ദ വിക്ടോറിയൻ ഏജ്. ഓക്കെ, ആൻഡ് എന്തൊക്കെ തരത്തിലുള്ള ഡെവലപ്മെൻ്റ് ആണ് വന്നിട്ടുള്ളത്? Country witnessed rapid industrialization, scientific discoveries, technological progress and the expansion of the British Empire. ഓക്കെ, അപ്പോൾ എല്ലാ രീതിക്കും അതായത് റാപ്പിഡ് ആയിട്ടുള്ള അല്ലെ വളരെ സ്പീഡായിട്ടുള്ള എന്താണ് ഇൻഡസ്ട്രിയലൈസേഷൻ ആണ് ഉണ്ടായിട്ടുള്ളത്. പലതരത്തിലുള്ള സയൻറ്റിഫിക് ഡിസ്കവറീസ് അവിടെ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ ടെക്നോളജിയിലാണെങ്കിലും ദർ ഇസ് എ പ്രോഗ്രസ് അല്ലേ, ദർ വാസ് എ പ്രോഗ്രസ് ആൻഡ് ദി എക്സ്പാൻഷൻ ഓഫ് ദ ബ്രിട്ടീഷ് എംപയർ. ബ്രിട്ടീഷ് ഭരിച്ചിരുന്ന ആ ഒരു പ്രവിശ്യയിലെ എന്താണ് ഒരു എക്സ്പാൻഷൻ നമുക്ക് ഈ ഒരു പീരീഡിൽ കാണാൻ പറ്റും. ദെൻ ദ വിക്ടോറിയൻ പീരീഡ് വാസ് മാർക്ക്ഡ് ബൈ ഒപ്റ്റിമിസം ബിക്കോസ് ഇംഗ്ലണ്ട് ബിക്കെയിം എക്കണോമിക്കലി ആൻഡ് പൊളിറ്റിക്കലി പവർഫുൾ. നമ്മൾ പറഞ്ഞു അല്ലേ, ഒപ്റ്റിമിസം എന്ന് പറഞ്ഞാൽ എന്താണ്? ലുക്കിംഗ് എവറിത്തിങ് ഇൻ എ പോസിറ്റീവ് മാനർ അല്ലെങ്കിൽ പോസിറ്റീവ് പെർസ്പെക്റ്റീവ്. അപ്പോൾ എല്ലാ രീതിക്കും ഇപ്പം ഇംഗ്ലണ്ട് എന്ന് പറയുന്നൊരു ഡെവലപ്ഡ് ആയിട്ടുള്ളൊരു രീതിക്കാണ് നിൽക്കുന്നത്. അപ്പോൾ എല്ലാറ്റിനെയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു ഒപ്റ്റിമിസ്റ്റിക് ആയിട്ടുള്ള വ്യൂവിൽ കാണാൻ പറ്റും. And however this period was also full of uncertainties. അപ്പോൾ എന്താണ് പറയണത്, പൊളിറ്റിക്കലി പവർഫുൾ ആണ്, എക്കണോമിക്കലി പവർഫുൾ ആണ്, അതുകൊണ്ട് തന്നെ ഒപ്റ്റിമിസ്റ്റിക് ആയിട്ടുള്ളതാണ് നമുക്ക് മാർക്ക് ചെയ്യാൻ പറ്റുക 19th സെഞ്ച്വറി എന്ന് പറഞ്ഞു കഴിഞ്ഞു. എന്നിരുന്നാലും പലതരത്തിലുള്ള അൺസർട്ടനിറ്റീസും നമുക്ക് അവിടെ കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. എന്താ അൺസർട്ടനിറ്റി എന്ന് പറഞ്ഞാൽ? ഒന്നിലും ഒരു എന്താ പറയേണ്ട ഒരു വ്യക്തമില്ലാത്ത രീതിക്കുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ഒരു അനിശ്ചിതത്വം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അത്തരത്തിലുള്ള കാര്യങ്ങൾ നമുക്ക് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നതെന്ന് വെച്ചാൽ, നമ്മൾ പറഞ്ഞു സയൻറ്റിഫിക് തിയറീസിൻ്റെ ഡിസ്കവറീസ് നമ്മൾ പറഞ്ഞു അല്ലേ, പലതരത്തിലുള്ള സയൻറ്റിഫിക് ഡിസ്കവറീസ്. ആ ഒരു കാര്യം അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ ചേഞ്ചസ് ഇതെല്ലാം ചലഞ്ച് ചെയ്തത് എന്തിനെന്ന് വെച്ചാൽ ട്രഡീഷണൽ റിലീജിയസ് ബിലീഫ്സ് ആൻഡ് മോറൽ വാല്യൂസിനെയാണ്. അപ്പോൾ നമുക്കറിയാം റിലീജിയൻ ഒരു ഭാഗത്ത് നിൽക്കുന്നു, അതുപോലെ തന്നെ സയൻസ് ഒരു ഭാഗത്ത് നിൽക്കുന്നു. രണ്ടും കൂടി ഒരുമിച്ച് വരുമ്പോൾ ദർ വിൽ ബി എ ക്ലാഷ് അല്ലേ. സയൻസിനെ പിന്തുണയ്ക്കുന്നവരുണ്ടാവും, അതുപോലെ റിലീജിയനെ പിന്തുണയ്ക്കുന്നവരുണ്ടാവും. നമ്മൾ പറയും എങ്ങനെയാണ് ഈ ഒരു ലോകത്ത് മനുഷ്യജീവിതം സാധ്യമായത്? അപ്പോൾ നമ്മൾ നേരെ പോവുക സയൻസിൻ്റെ ഫോളോ ചെയ്യുന്നവർ പറയുക ഒറിജിൻ ഓഫ് സ്പീഷീസ് അല്ലേ, നമ്മുടെ ഡാർവിൻ്റെ തിയറിയിലേക്ക് പോകും. എന്നാൽ റിലീജിയൻ മുന്നോട്ട് കൊണ്ടുപോകുന്ന ആൾക്കാർ എന്താ പറയുക? ഇറ്റ് ഈസ് ഓൾ അപ്പോൺ ഗോഡ് അല്ലേ. അപ്പോൾ ആ രണ്ടിൻ്റെയും ക്ലാഷ് നമുക്കവിടെ കാണാൻ പറ്റും. അപ്പോൾ ഈ സയൻറ്റിഫിക് ഡിസ്കവറീസ് എന്താണ് മോസ്റ്റ്ലി ചലഞ്ച് ചെയ്തിട്ടുണ്ട് ട്രഡീഷണൽ ആയിട്ടുള്ള റിലീജിയസ് ബിലീഫ്സിനെയും അതുപോലെ തന്നെ മോറൽ വാല്യൂസിനെയും. അതുകൊണ്ട് തന്നെ പല രീതിക്കുള്ള അനിശ്ചിതത്വം, അതാണ് അൺസർട്ടനിറ്റീസ് എന്ന് പറയുന്നത്, നമുക്ക് ആ ഒരു പീരീഡിൽ കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. ആൻഡ് ഓൾസോ consequently people experienced doubt, anxiety and a sense of conflict between faith and reason. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താണ് സ്വാഭാവികമാണ് അല്ലേ, ആൾക്കാരുടെ ഇടയിൽ എന്തുണ്ടായിട്ടുണ്ട്? ഒരു എന്താണ് ഒരു ഡൗട്ട് അല്ലേ, ഞാൻ ഇതിലേക്ക് പോകുന്നു അല്ലെങ്കിൽ ഏതാണ് ശരി ഏതാണ് തെറ്റ് അല്ലേ. അതുപോലെ തന്നെ ഒരു കൺഫ്യൂഷൻ, അങ്ങനെ ഒരു കാര്യങ്ങൾ ആളുകളുടെ ഇടയിൽ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഹോപ്സ്, ദെൻ ആൻസൈറ്റി, നോട്ട് ഇറ്റ്സ് ഹോപ്സ് ബട്ട് എക്സ്പീരിയൻസ്ഡ് ഡൗട്ട്, ആൻസൈറ്റി ആൻഡ് സെൻസ് ഓഫ് കോൺഫ്ലിക്റ്റ് ബിറ്റ്വീൻ ഫെയ്ത്ത് ആൻഡ് റീസൺ. അപ്പോൾ വിശ്വാസവും എന്നാൽ ലോജിക്കൽ റീസണും തമ്മിലുള്ള ആ ഒരു കോൺഫ്ലിക്റ്റ് അവിടെ കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ആൻസൈറ്റി അല്ലേ, എന്തിനും നമുക്ക് ഉണ്ടാകുന്ന ഒരു ആൻസൈറ്റി, അതെല്ലാം ഇതിൻ്റെ ഒരു റിസൾട്ടായിട്ടാണ് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നത്. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ദ എന്താണ് ഇൻട്രൊഡക്ഷൻ. ദെൻ ഓൾസോ ടെന്നിസനെ കുറിച്ചിട്ടും കൂടി അവിടെ പറയുന്നുണ്ട്. ഹി വാസ് ദ റെപ്രസെൻറ്റേറ്റീവ് പോയറ്റ് ഓഫ് ദിസ് ഏജ്. ഓക്കെ, അപ്പോൾ എക്സാമിനൊക്കെ നിങ്ങൾക്ക് ചോദിക്കുന്ന ഒരു പാർട്ടാണ് വൈ ടെന്നിസൺ ഈസ് കൺസിഡേർഡ് ആസ് ദി റെപ്രസെൻറ്റേറ്റീവ് ഓഫ് അല്ലെങ്കിൽ റെപ്രസെൻറ്റേറ്റീവ് പോയറ്റ് ഓഫ് വിക്ടോറിയൻ ഏജ്. അപ്പോൾ നമുക്ക് എന്താ പറയാൻ പറ്റുന്നത്? most of his poetry is dealing with അല്ലെങ്കിൽ most of the his poetry is dealing with the features of this period എന്നുള്ളത്. ഓക്കെ, അതായത് ഹി റിഫ്ലക്റ്റഡ് ദീസ് ഹോപ്സ്, നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള ഹോപ്സ്, ആൻസൈറ്റീസ്, അതുപോലെ കോൺട്രഡിക്ഷൻസ് ഇൻ ഹിസ് പോയട്രി എന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പോയട്രീസ് ഒക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്നത് ആ ഒരു കാലഘട്ടത്തിലെ ആളുകൾ അനുഭവിച്ചിട്ടുള്ള അല്ലേ ആ സയൻറ്റിഫിക് ആയിട്ടുള്ള കാര്യങ്ങളും റിലീജിയസ് ബിലീഫും തമ്മിലുള്ള കോൺഫ്ലിക്റ്റും അതിൻ്റെ പരിണിത ഫലമായി ഉണ്ടായിട്ടുള്ള എന്താണ് ഡൗട്ട്സ്, ആൻസൈറ്റീസ് കാര്യങ്ങളൊക്കെയാണ്. അതുപോലെ തന്നെ ഹിസ് പോയംസ് റിവീൽ ബോത്ത് കോൺഫിഡൻസ് ഇൻ
human progress and deep concern about suffering, loss and uncertainty. അപ്പോൾ എന്താ ഹ്യൂമൻ പ്രോഗ്രസ്സിൽ ഉള്ള ആൾക്കാരുടെ ഒരു എന്താണ് കോൺഫിഡൻസ് നമുക്ക് ഇദ്ദേഹത്തിൻ്റെ പോയട്രീസിൽ കാണാൻ പറ്റും. അറ്റ് ദ സെയിം ടൈം ഹി ഓൾസോ ഫോക്കസ്ഡ് അബൌട്ട് ദ ഡീപ്പ് കൺസേൺ അബൌട്ട് സഫറിങ്, ലോസ് ആൻഡ് അൺസർട്ടനിറ്റി. അത് നേരത്തെ പറഞ്ഞ ആ ഒരു കാര്യങ്ങളാണ് അല്ലേ, ഈ സഫറിങ് ആളുകൾ അനുഭവിച്ചിരുന്ന ആ ഫെയ്ത്തും ഡൗട്ടും അല്ലെങ്കിൽ റീസണും തമ്മിലുള്ള കോൺട്രഡിക്ഷൻസിൻ്റെ ഭാഗമായിട്ടുള്ള സഫറിങ്സ്, ലോസ്, അതുപോലെ അൺസർട്ടനിറ്റി, ഇതെല്ലാം ടെന്നിസൺ തൻ്റെ പോയട്രിയിലൂടെ കാണിച്ചു തന്നിട്ടുണ്ട് എന്നാണ് പറയുന്നത്. സോ ദാറ്റ്സ് വൈ വി ക്യാൻ കോൾ ടെന്നിസൺ ആസ് ദി എന്താണ് റെപ്രസെൻറ്റേറ്റീവ് പോയറ്റ് ഓഫ് വിക്ടോറിയൻ ഏജ് എന്നുള്ളത് കേട്ടോ. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ദി ഇൻട്രൊഡക്ഷൻ. ഇനി നമുക്ക് അദ്ദേഹത്തിൻ്റെ ഫസ്റ്റ് ഫേമസ് അല്ലെങ്കിൽ നമ്മൾ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഇതിന് മുന്നേ യൂണിറ്റ് 1 ടെന്നിസൻ്റെ കുറച്ച് പോയിംസ് പഠിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ദ സ്പ്ലെൻഡറസ് ഫാൾസ് എന്ന് പറയുന്ന പോയം എന്താണെന്ന് നോക്കാം. ഓക്കെ, വെൽക്കം ബാക്ക്. സോ നൗ വി ആർ ഗോയിങ് ടു ഡിസ്കസ് ദ പോയം ദ സ്പ്ലെൻഡർ ഫാൾസ് റിട്ടൺ ബൈ ആൽഫ്രഡ് ലോർഡ് ടെന്നിസൺ. ഓക്കെ, സോ എന്താണ് ദ സ്പ്ലെൻഡർ ഫാൾസ് എന്നുള്ളത്? സോ അവിടെ നിങ്ങൾക്ക് എന്താണ് ടെക്സ്റ്റ് ബുക്കിൽ ഒരു ഇൻട്രൊഡക്ഷൻ കൊടുത്തിട്ടുണ്ട് അല്ലേ. ഇതിൽ this lyric prescribed for you is an extract from The Princess, a poem that Tennyson wrote in his mature years when British political and social issues began to interest him seriously. അല്ലേ, അപ്പോൾ ഈ ഒരു പോയം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് വൺ ഓഫ് ദ ബ്യൂട്ടിഫുൾ അല്ലെങ്കിൽ മോസ്റ്റ് ബ്യൂട്ടിഫുൾ ലിറിക്കൽ പോയംസ് ആണ്. അദ്ദേഹത്തിൻ്റെ ബ്യൂട്ടിഫുൾ ലിറിക്കൽ പോയത്തിലെ ഒരു പോയമാണ് ദ സ്പ്ലെൻഡർ ഫാൾസ് എന്ന് പറയുന്നത്. And it is actually a song taken from his longer work, The Princess. The Princess എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ വലിയൊരു മഹാകാവ്യം അല്ലെങ്കിൽ ലോങ് നറേറ്റഡ് ആയിട്ടുള്ള ഒരു പോയത്തിൽ നിന്നും എടുത്തിട്ടുള്ള ഒരു ചെറിയ ഭാഗമാണ് ദ സ്പ്ലെൻഡർ ഫാൾസ് എന്നുള്ളത്. ഓക്കെ, ഇനി ഇതിൽ ഒരു മെയിൻ ക്യാരക്ടേഴ്സിനെ കുറിച്ചിട്ട് അല്ലെങ്കിൽ ഇതിലെ പ്രോട്ടോഗോണിസ്റ്റിനെ കുറിച്ചിട്ട് അവിടെ കൊടുത്തിട്ടുണ്ട്. അതിന് മുന്നേ ഈ ദ പ്രിൻസസ് എന്ന് പറയുന്ന ആ ഒരു അദ്ദേഹത്തിൻ്റെ ലോങ് നറേറ്റഡ് പോയത്തിനെ കുറിച്ചിട്ടൊരു ഇൻട്രൊഡക്ഷൻ തരാം. അതായത് പ്രിൻസസ് ഈസ് എ ലോങ് നറേറ്റീവ് പോയം റിട്ടൺ ബൈ ടെന്നിസൺ. Unlike his earlier poems, this poem deals with social and political issues. അപ്പോൾ അദ്ദേഹം എഴുതിയ ബാക്കി പോയത്തിനെ കുറിച്ച് അല്ലെങ്കിൽ പോയത്തെ പോലെയല്ല, ദിസ് പോയം ഡീൽസ് വിത്ത് ദ സോഷ്യൽ ആൻഡ് പൊളിറ്റിക്കൽ ഇഷ്യൂസ്. അപ്പം ഇദ്ദേഹം കുറച്ചുകൂടി മെച്യൂർ ആയിട്ടുള്ള ഏജിൽ ഈ പൊളിറ്റിക്കൽ സോഷ്യൽ കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ ബ്രിട്ടീഷ് പൊളിറ്റിക്കൽ ആൻഡ് സോഷ്യൽ ഇഷ്യൂസൊക്കെ അദ്ദേഹത്തെ ഭയങ്കര ഇൻട്രസ്റ്റഡ് ആയിട്ട് അദ്ദേഹത്തിന് തോന്നി തുടങ്ങിയ ഒരു കാലത്ത് എഴുതിയതാണ്, അല്ലെങ്കിൽ വളരെ സീരിയസ് ആയിട്ട് അദ്ദേഹം കണ്ടിരുന്ന ഒരു കാലഘട്ടത്തിൽ എഴുതിയതാണ് ഈ ഒരു ദ പ്രിൻസസ് എന്ന് പറയുന്ന ഒരു പോയം. അപ്പം നമുക്ക് ഈ ഒരു പോയത്തിൽ അതിൻ്റേതായ സോഷ്യൽ എസെൻസും അല്ലെ സോഷ്യൽ ഇഷ്യൂസും എല്ലാ കാര്യങ്ങളും നമുക്കതിൽ കാണാൻ പറ്റും. സോ ഇത്തരത്തിലുള്ള സീരിയസ് പ്രോബ്ലംസ് ആ സൊസൈറ്റിയിൽ അന്ന് നിലനിന്നിരുന്ന അല്ലെങ്കിൽ എക്സിസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന ഇഷ്യൂസ് ഡിസ്കസ് ചെയ്യാൻ ഭയങ്കര ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ഒരു വ്യക്തി കൂടിയായിരുന്നു ടെന്നിസൺ. എസ്പെഷ്യലി ദോസ് റിലേറ്റഡ് ടു വിമൻ ആൻഡ് ദെയർ പൊസിഷൻ ഇൻ സൊസൈറ്റി. അപ്പോൾ കൂടുതലും സ്ത്രീകളെയും ആ കാലഘട്ടത്തിൽ സ്ത്രീകളെ അനുഭവിച്ചിരുന്ന കാര്യങ്ങളെയും സ്ത്രീകളുടെ ഒരു പൊസിഷൻ ഇൻ സൊസൈറ്റി അതിലൊക്കെയായിരുന്നു കുറച്ചുകൂടി കൂടുതൽ അദ്ദേഹം ഫോക്കസ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അപ്പോൾ ശരിക്കും ആ ഒരു കാലഘട്ടത്തിൽ എന്തൊക്കെയായിരുന്നു പ്രൊമിനൻറ്റ് ഇഷ്യൂസ് ദാറ്റ് ഫേസ്ഡ് ബൈ വിമൻ എന്ന് പറയുന്നത്? ഒന്ന് വിമൻസ് എഡ്യൂക്കേഷൻ തന്നെയാണ് അല്ലേ. അതായത് 19th സെഞ്ച്വറിയിൽ വിമൻ വെർ ഓഫൺ ഡിനൈഡ് ഹയർ എഡ്യൂക്കേഷൻ. പലപ്പോഴായിട്ടും ഒരു ഹയർ എഡ്യൂക്കേഷൻ സ്ത്രീകൾക്ക് ഡിനൈ നിഷേധിച്ചിട്ടുണ്ടായിരുന്നു. സൊസൈറ്റി ബിലീവ്ഡ് ദാറ്റ് എഡ്യൂക്കേഷൻ വാസ് മെയിൻലി ഫോർ മെൻ. എല്ലാ കാലഘട്ടത്തെ പോലെയും മെന്നിന് വേണ്ടിയിട്ടുള്ളതാണ് എഡ്യൂക്കേഷൻ എന്നാണ് വിചാരിച്ചിരുന്നത്. അപ്പോൾ ഈ ഒരു എന്താ പറയേണ്ട സമ്പ്രദായത്തെ ആര് ചോദ്യം ചെയ്തു? ടെന്നിസൺ ക്വസ്റ്റ്യൻ ചെയ്തു. ആൻഡ് ആർഗ്യൂസ് ദാറ്റ് വിമൻ ഓൾസോ ഡിസേർവ് ഓപ്പർച്യൂണിറ്റീസ് ഫോർ ലേണിംഗ്. അല്ലേ, മെന്നിനെ പോലെ വിമനിനും എന്തുണ്ട്, ഒരേ ഈക്വാലിറ്റി തന്നെയാണ് അല്ലെങ്കിൽ ഒരേ ഈക്വൽ അല്ലെങ്കിൽ ഡിസേർവ് തന്നെയാണ് അല്ലേ, ഓപ്പർച്യൂണിറ്റി തന്നെയാണ് വേണ്ടത് എന്നുള്ളത്. അടുത്തൊരു ഇഷ്യൂ ആണ് വിമൻസ് റൈറ്റ് എന്ന് പറയുന്നത്. വിമൻ ഹാഡ് വെരി ലിമിറ്റഡ് റൈറ്റ്സ് ഇൻ വിക്ടോറിയൻ സൊസൈറ്റിയിൽ പുരുഷന്മാരെ പോലെ എല്ലാ സ്ത്രീകൾക്ക് എന്ന് പറയുന്ന പല കാര്യങ്ങളിലും റൈറ്റ്സ് ഉണ്ടായിരുന്നില്ല. ആൻഡ് ഇപ്പോൾ ഉണ്ടെങ്കിൽ കൂടി ദേ വർ വെരി ലിമിറ്റഡ്. And they had little freedom to make their own decisions and were often dependent on men. And the poem discussed the need for women to have greater freedom and equality. അപ്പോൾ പല കാര്യങ്ങൾക്കും മെന്നിനെ ആശ്രയിക്കേണ്ടി വരുന്ന വിമൻ്റെ ആ ഒരു സിറ്റുവേഷനെയും അതുപോലെ തന്നെ
ഒന്നിലും തൻ്റേതായിട്ടുള്ള ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റാത്ത വിമൻ്റെ സിറ്റുവേഷനെയും ആണ് ഈ ഒരു പോയം എന്ത് ചെയ്യുന്നത്, ഡിസ്കസ് ചെയ്യുന്നത്. അതുപോലെ ഒരു നീഡ് അല്ലേ, നീഡ് ടു ബിക്കം അല്ലെങ്കിൽ നീഡ് ടു ഹാവ് ഫ്രീഡം ആൻഡ് ഇക്വാലിറ്റി ഫോർ ആർക്ക്, വിമനിന്. ആ ഒരു കാര്യം കൂടി നമുക്ക് ഈ ഒരു പോയത്തിൽ കാണാൻ പറ്റും. ദെൻ അടുത്ത ഒരു ഇഷ്യൂ ഫേസ്ഡ് ബൈ വിമൻ ആണ് ലീഗൽ റൈറ്റ്സ് ഓഫ് മാരേജ് ആൻഡ് പ്രോപ്പർട്ടി എന്നുള്ളത്. സോ മാരീഡ് വിമൻ ഹാഡ് വെരി ഫ്യൂ ലീഗൽ റൈറ്റ്സ്. അത് കല്യാണം കഴിക്കുന്നത് മുന്നേ ആണെങ്കിൽ കുറച്ചൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിലും കല്യാണം കഴിച്ചു പോയ സ്ത്രീകൾക്ക് അത്രയും തന്നെ എന്തില്ല, ലീഗൽ റൈറ്റ്സ് ഇല്ല എന്നാണ് ആ ഒരു കാലഘട്ടത്തിൽ പറഞ്ഞിരുന്നത്. അവരുടെ പ്രോപ്പർട്ടിയും വെൽത്തും എല്ലാം യൂഷ്വലി കെയിം അണ്ടർ ദ കൺട്രോൾ ഓഫ് ദെയർ ഹസ്ബൻഡ്സ്, എല്ലാം ഹസ്ബൻഡ്സിനുള്ളതായിരിക്കും. ആൻഡ് ദ പോയം ഇൻഡയറക്ട്ലി റൈസസ് ക്വസ്റ്റ്യൻസ് അബൌട്ട് സച്ച് ഇനീക്വാലിറ്റീസ് ആൻഡ് ദ സ്റ്റേറ്റസ് ഓഫ് മെൻ വിത്തിൻ മാരേജ്. അപ്പോൾ അത്തരത്തിലുള്ള കുറേ ടെൻഡൻസീസുകളെ കുറിച്ചിട്ടും അതുപോലെ തന്നെ ആ ഇനീക്വാലിറ്റീസിനെ കുറിച്ചിട്ടും മാരേജ് എന്ന് പറയുന്ന സിസ്റ്റത്തിൻ്റെ ഉള്ളിൽ വിമൻ അനുഭവിക്കേണ്ടി വരുന്ന ഒരു സിറ്റുവേഷൻസും വിമൻ്റെ സ്റ്റേറ്റസ് എന്താണ് എന്നൊക്കെയാണ് ഈ ഒരു പോയം ഡീൽ ചെയ്യുന്നത്. ഓക്കെ, അതായത് ഈ ഒരു ദ പ്രിൻസസ് എന്ന് പറയുന്ന മൊത്തമായിട്ടുള്ള കവിത ഡീൽ ചെയ്യുന്നത്. ഇനി നമ്മുടെ ഈ ഒരു പോയത്തിലെ പ്രോട്ടോഗോണിസ്റ്റ് എന്ന് പറയുന്നത് പ്രിൻസസ് ഇഡ എന്നുള്ളതാണ്. പ്രിൻസസ് ഇഡ ടെക്സ്റ്റ് ബുക്കിലുണ്ട് കേട്ടോ, പ്രിൻസസ് ഇഡ എന്നുള്ളതാണ്. അപ്പോൾ ഇതിൽ ഈ ഒരു സ്ത്രീ, ഈ പ്രിൻസസ് ഇഡ എന്ന് പറയുന്ന ഒരു പ്രോട്ടോഗോണിസ്റ്റ്, ഷീ ഈസ് എ വിമൻ ആൻഡ് ഷീ ഈസ് ഡിസ്ക്രൈബ്ഡ് ആസ് എ സ്ട്രോങ് ഇൻഡിവിജ്വൽ എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റും. ആൻഡ് ഇഡ ഈസ് presented as an independent, intelligent and strong-minded woman. She believes that women should be educated and should not always depend on men. ഈ ഒരു ചിന്താഗതി തന്നെയാണ് ബാക്കി എല്ലാം സ്ത്രീകൾക്കും വേണ്ടത് അല്ലേ. So therefore she establishes an academy which is known as a college or educational institution exclusively for women. വിമനിന് മാത്രമായിട്ടൊരു അക്കാദമി അവിടെ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. ബൈ ഹൂം? ദിസ് പ്രിൻസസ് ഇഡ. സോ ഹെർ എയിം ഈസ് ടു ട്രെയിൻ ആൻഡ് എഡ്യൂക്കേറ്റ് വിമൻ സോ ദാറ്റ് ദേ ക്യാൻ ബിക്കം ഇൻ്റലക്ച്വലി ആൻഡ് സോഷ്യലി ഇൻഡിപെൻഡൻറ്റ്. അപ്പോൾ എഡ്യൂക്കേഷൻ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ആർക്കും തന്നെ അല്ലേ നോളജ് കിട്ടും, അതിലൂടെ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിൽക്കാൻ പറ്റും. സോ എസ്പെഷ്യലി എഡ്യൂക്കേഷൻ വേണ്ടത് ആ ഒരു കാലഘട്ടത്തിൽ സ്ത്രീകൾക്കായിരുന്നു. അപ്പോൾ അതുതന്നെയായിരുന്നു പ്രിൻസസ് ഇഡയുടെ ഒരു എയിം എന്നുള്ളതും. സോ ഈ ഒരു ഇൻട്രൊഡക്ഷൻ നമുക്ക് പറഞ്ഞു തരുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇഡ ഹാസ് ഡെവലപ്ഡ് ആറ്റിറ്റ്യൂഡ്സ് ആൻഡ് ടെമ്പറമെൻറ്റ് ദാറ്റ് മേക്ക് ഹർ unfit for the reforms she wished to carry out. This means that although her ideas are noble and progressive, she sometimes becomes too rigid and extreme in her views. Her strong opposition to men and her uncompromising nature create conflicts and make it difficult to her to achieve her goals smoothly. അപ്പോൾ ഭയങ്കര റിജിഡ് ആയിട്ടുള്ള കുറേ കാര്യങ്ങളൊക്കെ ആയിരുന്നു ആ ഒരു പ്രിൻസസ് ഇഡ കൊണ്ടുവന്നിരുന്നത്. അതുകൊണ്ട് തന്നെ പല രീതിക്കുള്ള ഈ കോൺഫ്ലിക്ട്സുകളും പല രീതിക്കുള്ള പ്രോബ്ലംസും അവൾക്ക് സഹിക്കേണ്ടി വന്നിട്ടുണ്ട് എന്നുള്ള കാര്യം കൂടി നമുക്കതിൽ നിന്ന് മനസ്സിലാവും കേട്ടോ. ഇനി ഇവിടെ ദ സ്പ്ലെൻഡർ ഫാൾസിൽ എങ്ങനെയാണ് ഈ പ്രിൻസസ് ആയിട്ടുള്ള കണക്ഷൻ വരുന്നത് എന്നാണ് നോക്കുന്നത്. സോ ദ സ്പ്ലെൻഡർ ഫാൾസ് ഇസ് എ സോങ് വിത്തിൻ ദ ലാർജ് പോയം ദ പ്രിൻസസ്, നമ്മൾ നേരത്തെ പറഞ്ഞു. സോ ഇതിൽ ദ നറേറ്റർ ആൻഡ് ഹിസ് കമ്പാനിയൻസ് ആർ ഷോൺ എ ബ്യൂട്ടിഫുൾ പ്ലേസ് ബൈ പ്രിൻസ് ഇഡ. അപ്പോൾ ഇവിടെ നമുക്ക് ഈ ഒരു പോയത്തിൽ കാണാൻ പറ്റുന്നത് പ്രിൻസ് ഇഡ തൻ്റെ ഈ ഒരു കവിതയിലെ നരേറ്ററിൻ്റെ കൂടെ വന്ന കുറച്ച് ആൾക്കാർക്കും ഒരു സ്ഥലം കാണിച്ചു കൊടുക്കുകയാണ്. ഓക്കെ, and they admire the scenery and the narrator becomes deeply moved by its beauty. അപ്പോൾ ഈ ചിത്രം അല്ലെങ്കിൽ ആ പ്ലേസ് കാണുമ്പോൾ ആ കാണുന്ന ആൾക്കാരെല്ലാം അതിൽ മതിമറന്ന് പോവുകയാണ് ആ ഒരു ബ്യൂട്ടി. ഓക്കെ, ആ ബ്യൂട്ടിഫുൾ പ്ലേസിലെ സീനറി ഒക്കെ കണ്ടിട്ട് ഭയങ്കര അവർ അഡ്മയർ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നറേറ്റർ എന്ത് ചെയ്യുന്നുണ്ട്, ബിക്കംസ് ഡീപ്ലി മൂവ്ഡ് ബൈ ഇറ്റ്സ് ബ്യൂട്ടി. ആ ഒരു ബ്യൂട്ടിയിൽ അങ്ങനെ അങ്ങോട്ട് ലയിച്ചു പോവുകയാണ്. അപ്പോൾ ഈ ഒരു സോങ് ദ സ്പ്ലെൻഡർ ഫാൾസ് എക്സ്പ്രസ് ചെയ്യുന്നത് എന്താണ്, ഹിസ് ഫീലിങ്സ് ഓഫ് വണ്ടർ ആൻഡ് ഡിലൈറ്റ് അറ്റ് ഹിസ് മാഗ്നിഫിഷ്യൻറ്റ് ലാൻഡ്സ്കേപ്പ്. അപ്പോൾ ഒരു നറേറ്ററിൻ്റെ ആ ഒരു മാഗ്നിഫിഷ്യൻ ലാൻഡ്സ്കേപ്പിൽ, അതായത് അത്രയും മനോഹരമായ ഒരു ലാൻഡ്സ്കേപ്പിൽ അദ്ദേഹം കാണുന്ന അല്ലെങ്കിൽ ആ വണ്ടർ ഫീലിംഗ് ഓഫ് വണ്ടർ ഡിലൈറ്റിനെയൊക്കെ കുറിച്ചിട്ട് അല്ലെങ്കിൽ അത് എക്സ്പ്രസ് ചെയ്യുകയാണ് ഈ ഒരു സോങ് ചെയ്യുന്നത്. ഓക്കെ, സോ ഈ ദ സ്പ്ലെൻഡർ ദ സ്പ്ലെൻഡർ ഫാൾസ് എന്നാണ് വന്നിരിക്കുന്നത് അല്ലേ. അതിൻ്റെ മീനിങ് വെച്ച് നോക്കുമ്പോൾ നമുക്ക് പറയാൻ പറ്റും, അല്ലെങ്കിൽ അതിൻ്റെ ടൈറ്റിലിൻ്റെ സിഗ്നിഫിക്കൻസ് എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് എന്ത് പറയാൻ പറ്റും,
എന്ത് പറയാൻ പറ്റും? എനി ഐഡിയ? അതായത് ഈ സ്പ്ലെൻഡർ ഫാൾസ് ഇതിനെ നമുക്ക് ഓഫൻ കോൾ ചെയ്യാൻ പറ്റും ദ ബഗിൾ സോങ് എന്നുള്ളത് കേട്ടോ. ആൻഡ് ഇറ്റ് ഈസ് ഹൈലി സിഗ്നിഫിക്കൻറ്റ് ആസ് ഇറ്റ് ക്യാപ്ചേഴ്സ് പോയംസ് ഡുവൽ തീംസ്. ഇതിൽ ഒരു പോയത്തിൻ്റെ 2 തീംസുകളുണ്ട്. അതായത് ദ ബ്രെത്ത് ടേക്കിംഗ് ട്രാൻസിയൻറ്റ് ബ്യൂട്ടി ഓഫ് നേച്ചർ ആൻഡ് ദ ഇന്നവിറ്റബിൾ ഫേഡിങ് നേച്ചർ ഓഫ് ലൈഫ് എന്നുള്ളത്. അപ്പോൾ ഇതിൽ ഫേമസ് ആയിട്ടുള്ള തീംസ് എന്ന് പറയുന്നത് ഞാനിവിടെ ഓൾറെഡി എഴുതിയിട്ടുണ്ട്. ബ്യൂട്ടി ഓഫ് നേച്ചർ, മ്യൂസിക്, എക്കോ, മെമ്മറി, മിസ്റ്ററി ഓഫ് ലൈഫ് ഒക്കെയാണ്. സോ ഈ ഒരു പോയം സെലിബ്രേറ്റ് ചെയ്യുന്നത് എന്താണ്? ദ ബ്യൂട്ടി ഓഫ് നേച്ചർ ആൻഡ് ദ മാജിക്കൽ എഫക്റ്റ് ഓഫ് സൗണ്ട് എന്നുള്ളതാണ്. അപ്പോൾ 2 തീമുണ്ട്. ഒന്ന് എന്ന് പറയുന്നത് നേച്ചറിൻ്റെ ഭയങ്കരമായിട്ടുള്ള ഭംഗി അല്ലേ, അല്ലെങ്കിൽ എന്താണ് ബ്രെത്ത് ടേക്കിംഗ് ട്രാൻസിയൻറ്റ് ബ്യൂട്ടി ഓഫ് നേച്ചർ ആൻഡ് ഓൾസോ ഇന്നവിറ്റബിൾ ആയിട്ടുള്ള അല്ലെ, നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു കാര്യമുണ്ട് അല്ലേ, നമ്മളിങ്ങനെ മൂവ് അല്ലെങ്കിൽ ഫേഡിങ് നേച്ചർ ഓഫ് ലൈഫ്, നമ്മുടെ ലൈഫിൻ്റെ ഒരു ഫേഡിങ് നേച്ചർ എന്ന് പറയുന്നത്. ഇങ്ങനെ ലൈഫ് എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് ഓൺ ഗോയിങ് അല്ലെ, പോയിക്കൊണ്ടേയിരിക്കുകയാണ്. ആൻഡ് വൺ ഡേ ഇറ്റ് വിൽ സ്റ്റോപ്പ് അല്ലെങ്കിൽ ഇറ്റ് വിൽ എൻഡ് എന്നുള്ളൊരു കാര്യം കൂടി. അപ്പോൾ ഈ 2 കാര്യം കൂടിയൊക്കെ വെച്ചിട്ടാണ് ദ സ്പ്ലെൻഡർ ഓഫ് ഫാൾസ് എന്നുള്ള ഒരു ടൈറ്റിൽ അവിടെ കൊടുത്തിട്ടുള്ളത് കേട്ടോ. ഇനി നമുക്കതിൻ്റെ എന്താ പറയണ്ടേ, സമ്മറിയിലേക്ക് വരാം. ഓക്കെ, സമ്മറിയിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും ദ സ്പ്ലെൻഡർ ഓഫ് ഫാൾസ് ഓൺ കാസ്റ്റൽ വാൾസ് എന്ന് കൊടുത്തിട്ടാണ് അത് തുടങ്ങിയിട്ടുള്ളത് തന്നെ. നോക്കാം എന്താണെന്നുള്ളത്. So the poem is set on an island called one minute. Okay, Splendor Fallsil പറയാൻ പറ്റും the poem opens with a magnificent description of evening landscape. അപ്പോൾ ആ ഒരു പ്ലേസിലേക്ക് കൊണ്ടുപോകാണല്ലോ നരേറ്ററിനെയും കൂടെയുള്ള ആൾക്കാരെയും, ആര് നമ്മുടെ പ്രിൻസസ് ഇഡ എന്ന് പറയുമ്പോൾ. അപ്പോൾ ആ ഒരു ടൈം എന്ന് പറയുന്നത് ഒരു ഈവനിങ് ടൈമാണ്. അപ്പോൾ ഈവനിങ് ടൈമിലെ ഒരു ലാൻഡ്സ്കേപ്പാണ് നമുക്ക് അവിടെ കാണാൻ പറ്റുന്നത്. അപ്പോൾ ആ ഒരു ലാൻഡ്സ്കേപ്പിൻ്റെ അത്രയും മാഗ്നിഫിഷ്യൻ്റ് ആയിട്ടുള്ള ഡിസ്ക്രിപ്ഷനാണ്, ആ ഡിസ്ക്രിപ്ഷനിലോട് കൂടിയാണ് ഒരു പോയം സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ ബിഗിൻ ചെയ്യുന്നത്. ദ സ്പ്ലെൻഡർ ഓർ ബ്രൈറ്റ്നസ് ഓഫ് ദ സൺസെറ്റ് ഫാൾസ് അപ്പോൺ ദ വാൾസ് ഓഫ് എ കാസ്റ്റൽ സിറ്റുവേറ്റഡ് എമംഗ് മൗണ്ടെയ്ൻസ്. അപ്പോൾ മൗണ്ടെയ്ൻസിൻ്റെ ഇടയിലൂടെ എന്താണ് സൂര്യൻ ഇങ്ങനെ അല്ലേ, ആ ഒരു സ്പ്ലെൻഡർ അല്ലെങ്കിൽ സ്പ്ലെൻഡർ ഇവിടെ മീൻസ് എന്താണ്, ആ ഒരു ബ്രൈറ്റ്നസ് സൺസെറ്റിൻ്റെ, അതായത് സൂര്യൻ അസ്തമിക്കാൻ പോവുകയാണ് അല്ലേ ഈവനിങ് ടൈമിൽ. അപ്പോൾ അതങ്ങനെ വാൾസ് ഓഫ് എ കാസ്റ്റൽ സിറ്റുവേറ്റഡ് എമംഗ് മൗണ്ടെയ്ൻസിൻ്റെ ആ ഒരു തീരപ്രദേശങ്ങളിലേക്ക് എന്ത് ചെയ്യാണ്, ഇങ്ങനെ അതിങ്ങനെ താഴ്ന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു സൺസെറ്റിനെ ബ്യൂട്ടിഫൈ ചെയ്തിട്ട് പറഞ്ഞിരിക്കുകയാണ് ഇവിടെ അല്ലേ. അപ്പോൾ എന്താണ് പറയുന്നത്, ഓക്കെ, അതായത് അതിസുന്ദരമായിട്ടുള്ള പ്രകൃതി ദൃശ്യം തന്നെയാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. എന്നിട്ട് എന്താണ്, സൂര്യാസ്തമയത്തിൻ്റെ അല്ലേ, അതായത് സൺസെറ്റിൻ്റെ ലൂടെ ആ ഒരു പ്രകാശം അല്ലെ, സണ്ണിൻ്റെ ആ ഒരു പ്രകാശം ആ കോട്ടയുടെ മതിലുകളിലെയും അതിൻ്റെ ചുറ്റുപാടുകളിലൂടെയൊക്കെ എന്ത് ചെയ്യാണ്, അങ്ങനെ വീണു പോവാണ്. അതായത് സൺസെറ്റാണ് എന്നുള്ളൊരു കാര്യം പറയുകയാണ്. ഓക്കെ, എന്നിട്ട് എന്താണ്, മഞ്ഞ് മൂടിയിട്ടുള്ള അല്ലേ ആ സ്നോയിൻ്റെ കാര്യം അവിടെ പറയുന്നുണ്ട്. ദ ലോങ് ലൈറ്റ് ഷേക്സ് അക്രോസ് ലേക്സ് ആൻഡ് ദ വൈൽഡ് കാറ്ററാക്ട് ലീവ്സ് ഇൻ ഗ്ലോറി എന്നുള്ളതൊക്കെ. അപ്പോൾ 1 by 1 ആയിട്ട് നമ്മൾ എടുക്കുന്നില്ല, മൊത്തത്തിൽ ആ ഒരു ബ്യൂട്ടിയാണ് അവിടെ പറയുന്നത് എന്ന് നിങ്ങൾ എന്ത് ചെയ്യുക, മനസ്സിലാക്കുക കേട്ടോ. കുറേ തരത്തിലുള്ള ഇമേജറീസ് നമുക്ക് അവിടെ കാണാൻ പറ്റും, അതൊക്കെ ഒന്ന് നിങ്ങൾ നോട്ട് ചെയ്ത് പോവുക. ആൻഡ് ഓൾസോ bugles are blown in the valley and their notes travel through the air. The sound of the bugles echoes from cliff to cliff and from mountain to mountain. Cliff എന്ന് പറയുമ്പോൾ നമുക്ക് ആ ഒരു ഉയർച്ചയും താഴ്ചയുണ്ടല്ലോ മൗണ്ടെയിൻസിൻ്റെ, അത് അപ്പോൾ ആ ഒരു ബഗിൾസിൻ്റെ എക്കോ അല്ലേ, സൗണ്ട് ഓഫ് ദ ബഗിൾസിൻ്റെ എക്കോ നമുക്ക് എന്ത് കാണാൻ പറ്റും, അതങ്ങനെ പ്രതിധ്വനിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, ആൻഡ് എന്താണ് ബഗിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ബഗിൾ എന്ന് പറഞ്ഞാൽ ആ ഒരു കാഹളം അല്ലെങ്കിൽ ആ ഒരു സൗണ്ടിനെയാണ് നമ്മുടെ ബഗിൾ എന്ന് പറയുന്നത് കേട്ടോ. ആ ഒരു കാറ്റിൻ്റെ സൗണ്ടൊക്കെ ഉണ്ടാവുമല്ലോ അങ്ങനെ. ആൻഡ് ദ എക്കോ സീംസ് എൻഡ്ലെസ് ആൻഡ് മാജിക്കൽ. ആ എക്കോസ് എന്ന് പറയുന്നത് എന്താണ്, നമ്മളിങ്ങനെ പ്രതിധ്വനിച്ചുകൊണ്ടേയിരിക്കുകയാണ് അല്ലേ, അതൊരു എൻഡ്ലെസ് ആയിട്ടാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. സോ ദ പോയറ്റ് ഇവിടെ എന്താണ്, ഈസ് ഫാസിനേറ്റഡ് ബൈ ഹൗ സൗണ്ട് സ്പ്രെഡ് അക്രോസ് നേച്ചർ ആൻഡ് ക്രിയേറ്റ്സ് ആൻ എൻചാൻറ്റിംഗ് അറ്റ്മോസ്ഫിയർ. അപ്പോൾ പ്രകൃതിയിലുള്ള ആ സൗണ്ടുകൾ എങ്ങനെയാണ് അവിടെ എല്ലാ സ്ഥലത്തും പ്രതിധ്വനിക്കുന്നത്, ആൻഡ് അങ്ങനെ ഉണ്ടായി വരുമ്പോൾ ആ ഒരു സൗണ്ട് സ്പ്രെഡ് ചെയ്തിട്ട് നേച്ചറിലൂടെ ക്രിയേറ്റ് ചെയ്യുന്ന ആ ഒരു എൻചാൻറ്റിംഗ് അറ്റ്മോസ്ഫിയറിൽ മതിമറന്ന് നിൽക്കുന്ന പോയറ്റിനെ നമുക്ക് അല്ലെങ്കിൽ നരേറ്ററിനെ നമുക്ക് അവിടെ കാണാൻ പറ്റും.
പറ്റുന്നത്. അങ്ങനെ പോയം പ്രോഗ്രസ് ചെയ്യുമ്പോൾ ദ എക്കോസ് ബിക്കം സിമ്പിൾ ഓഫ് മെമ്മറി ആൻഡ് ഇമോഷൻ. അങ്ങനെ ആ ഒരു എക്കോ അല്ലെ, ആ ഒരു പ്രതിധ്വനികൾ അവിടെ മാറുന്നത് എന്ത്? സിമ്പിൾ ഓഫ് മെമ്മറി ആൻഡ് ഇമോഷൻ. ഒരു മെമ്മറിയുടെയും ഇമോഷനിൻ്റെയൊക്കെ ഒരു എന്താണ് സിമ്പിളായിട്ട് അവിടെ മാറി മാറി വരുന്നത് കാണാം. ദ റിപ്പീറ്റഡ് സൗണ്ട് സജസ്റ്റ് ദാറ്റ് എക്സ്പീരിയൻസ് ആൻഡ് ഫീലിംഗ്സ് കണ്ടിന്യൂ ടു ലിവ് വിത്തിൻ അസ് ഈവൻ ആഫ്റ്റർ ദ ഒറിജിനൽ മൊമെന്റ്സ് ഹാവ് പാസ്ഡ്. അപ്പോൾ ഇതിലെ റിപ്പീറ്റഡ് ആയിട്ടുള്ള കുറച്ച് സൗണ്ട്സുകൾ അവിടെ പറയുന്നുണ്ട്, ബ്ലോ, ബഗിൾ എന്നൊക്കെ ഉള്ളത്. ബ്ലോ, ബഗിൾ, ബ്ലോ എന്നുള്ള കാര്യങ്ങളൊക്കെ റിപ്പീറ്റഡ് ആയിട്ട് വരുന്നുണ്ട്. അത് നമ്മളെ എന്താണ് സജസ്റ്റ് ചെയ്യുന്നത്? അതായത് എക്സ്പീരിയൻസസ് ആൻഡ് ഫീലിങ്സ് കണ്ടിന്യൂ ടു ലീവ്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കുന്ന എക്സ്പീരിയൻസുകളും ഫീലിങ്സും ഒക്കെ എന്താണ്? അതിങ്ങനെ കണ്ടിന്യൂ ചെയ്തിട്ടുകൊണ്ടിരിക്കും. അതുപോലെ തന്നെ ലിവ് ഇൻ വിത്തിൻ അസ് അല്ലെ, നമ്മുടെ ഉള്ളിൽ തന്നെ അത് ഉണ്ടാവും. ഈവൻ ആഫ്റ്റർ ദ ഒറിജിനൽ മൊമെന്റ്സ് ഹാവ് പാസ്ഡ് അല്ലെ, ജീവിതത്തിൽ നമ്മൾ അനുഭവിച്ച ആ ഒരു ഒറിജിനൽ മൊമെന്റ്സ് ഒക്കെ അവിടുന്ന് പോയിട്ടുണ്ടെങ്കിലും ആ ഒരു എക്സ്പീരിയൻസും മറ്റു കാര്യങ്ങളൊക്കെ നമ്മുടെ ഉള്ളിൽ മെമ്മറീസ് ആയിട്ടും ഫീലിങ്സ് ആയിട്ടൊക്കെ കണ്ടിന്യൂ ചെയ്തിട്ടുണ്ടാവും എന്നുള്ളൊരു കാര്യമാണ് ഒരു പോയിന്റ് നമുക്ക് പറഞ്ഞു തരുന്നത്. And also, the poet finally asked the bugles to continue blowing because their wild echoes awaken deep emotions and memory. എന്നിട്ട് ലാസ്റ്റ് പോയിറ്റ് അവിടെ പറയുന്നുണ്ട്, ബഗിൾസിൻ്റെ അടുത്ത് അല്ലെങ്കിൽ ആ സൗണ്ടിൻ്റെ അടുത്ത് പറയുകയാണ് കണ്ടിന്യൂ അല്ലെ, ടു കണ്ടിന്യൂ ബ്ലോയിങ്, അങ്ങനെ പറന്നു നടക്കാനും അതിൽ ആ ശബ്ദം ഉണ്ടാക്കാനും പറയുകയാണ്. കാരണം എന്താണ്? ബിക്കോസ് ദെയർ വൈൽഡ് എക്കോസ്, ആ ഒരു വൈൽഡ് എക്കോകൾ എന്താണ്? എവൈക്കൻ ചെയ്യാണ് അല്ലെ, നമ്മുടെ പലതരത്തിലുള്ള ഇമോഷൻസിനെയും ഡീപ്പായിട്ടുള്ള മെമ്മറീസിനെയും എവൈക്കൻ ചെയ്യാൻ ആ ഒരു ബഗിൾസ്, ആ ഒരു സൗണ്ട്സിന് കഴിയും. അതുകൊണ്ട് അത് കണ്ടിന്യൂ ചെയ്ത് പോകാൻ വേണ്ടിയിട്ട് ആസ്ക് ചെയ്യുന്ന പോയറ്റിനെ ആണെങ്കിൽ നരേറ്ററിനെയാണ് നമുക്ക് ലാസ്റ്റ് ഓഫ് ദ പോയം നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നത്. ഓക്കെ, ഇനി ആ ഒരു പോയം നിങ്ങളൊന്ന് വായിച്ചു നോക്കിയാൽ മതി, അപ്പോൾ മനസ്സിലാവും കേട്ടോ. ഇനി ഇതിലെ തീംസ് എന്ന് പറയുന്നത് എന്തൊക്കെയാണ്? ബ്യൂട്ടി ഓഫ് നേച്ചർ, ദെൻ മ്യൂസിക് ആൻഡ് എക്കോ, മെമ്മറി, മിസ്റ്ററി ഓഫ് ലൈഫ് നമ്മൾ പറഞ്ഞു. അപ്പോൾ ബ്യൂട്ടി ഓഫ് നേച്ചർ എന്ന് പറഞ്ഞാൽ ആ പോയം മൊത്തം അല്ലേ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് പലതരത്തിലുള്ള ഇമേജറീസ് അല്ലേ, വിച്ച് കൺവേസ് ദ ബ്യൂട്ടി ഓഫ് നേച്ചർ. ആൻഡ് ദിസ് പോയം റെപ്രസെൻറ്റ്സ് നേച്ചർ ആസ് ഗ്രാൻഡ്, ബ്യൂട്ടിഫുൾ ആൻഡ് മിസ്റ്റീരിയസ്. അപ്പോൾ ഭയങ്കര ഗ്രാൻഡ് ആയിട്ടുള്ള, ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള, എന്നാൽ ഈവൻ കുറച്ച് മിസ്റ്റീരിയസ് ആയിട്ടുള്ള കാര്യം കൂടി നമുക്ക് നേച്ചറിൻ്റെ ഇവിടെ കാണാൻ പറ്റും. ദെൻ മ്യൂസിക് ആൻഡ് എക്കോയിൽ വരുന്നത് എന്താണ്? ദി എക്കോ ബിക്കംസ് ദ സെൻട്രൽ ഇമേജ് ഓഫ് ദ പോയം അല്ലെ. എക്കോ എന്ന് പറയുന്നത്, പ്രതിധ്വനി എന്ന് പറയുന്ന ഒരു കാര്യമാണ് ഇവിടെ സെൻട്രൽ ആയിട്ട് കാണാൻ പറ്റുന്നത് തീമായിട്ട്. അതിന് എന്തിനാ സിംബലൈസ് ചെയ്യുന്നത്? നമ്മൾ എക്കോ പലപ്പോഴും അറിയാം, നമ്മൾ പറയുന്നതിൻ്റെ ഒരു കണ്ടിന്യൂസ് ആയിട്ട് വരുന്ന ഒരു കാര്യത്തിന് നമ്മൾ എക്കോ എന്ന് പറയുന്നത്. അതെന്താണ്? ഇറ്റ് സിംബലൈസസ് കണ്ടിന്യൂറ്റി ആൻഡ് റിമെമ്പറൻസ് അല്ലേ. ആ കണ്ടിന്യൂറ്റിനെ അതുപോലെ റിമെമ്പറൻസ് നമുക്കിങ്ങനെ എപ്പോഴും ഓർത്തെടുക്കാൻ പറ്റുന്ന ഒരു കാര്യത്തെയാണ് അത് എന്ത് ചെയ്യുന്നത്? സിംബലൈസ് ചെയ്യുന്നത്. അടുത്തൊരു മെയിൻ തീമാണ് മെമ്മറി. Human emotions and memories survive like echoes that continue long after the original experience. അപ്പോൾ നമുക്ക് ആ ഒരു ഒറിജിനൽ എക്സ്പീരിയൻസ് നമ്മുടെ കയ്യിൽ നിന്ന് പോയിട്ടുണ്ടെങ്കിലും ഹ്യൂമൻ ഇമോഷൻസും മെമ്മറീസും ഒക്കെ എങ്ങനെയാണ് ഈ എക്കോസിനെ പോലെ സർവൈവ് ചെയ്യും എന്നുള്ള ഒരു കാര്യമാണ് പറയുന്നത്. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ദ മെമ്മറി ആസ് എ തീം. ദെൻ മിസ്റ്ററി ഓഫ് ലൈഫ് അവിടെ പറയുന്നുണ്ട്. ദ പോയം സജസ്റ്റ് ദാറ്റ് ദർ ആർ ഇൻവിസിബിൾ കണക്ഷൻസ് ബിറ്റ്വീൻ നേച്ചർ ആൻഡ് ഹ്യൂമൻ ഇമോഷൻസ് അല്ലേ. ഹ്യൂമൻ ഇമോഷൻസും നേച്ചറും തമ്മിലുള്ള പലതരത്തിലുള്ള ഇന്നവിറ്റബിൾ ആയിട്ടുള്ള കണക്ഷൻസും നമുക്കവിടെ കാണാൻ പറ്റും. അതുകൊണ്ട് തന്നെ മിസ്റ്ററി ഓഫ് ലൈഫും ഇതിലെ ഒരു തീമാണ്. ഇനി ലിറ്റററി ഡിവൈസുകൾ ഏതൊക്കെയാണ്? ഇമേജറി, പേഴ്സോണിഫിക്കേഷൻ, റിപ്പിറ്റേഷൻ, അലിറ്ററേഷൻ, സിംബോളിസം. അലിറ്ററേഷനൊക്കെ നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും. ബ്ലോ, ബഗിൾ എന്നൊക്കെ പറയുന്നത്, ദെൻ ഡൈങ്, ഡൈങ്, ഡൈങ് അല്ലേ, അതൊക്കെ അലിറ്ററേഷൻ ആണ്. ഇമേജറീസ് എന്ന് പറയുന്നത് എന്താ? സ്പ്ലെൻഡ് ഓഫ് വാൾസ് ഓൺ കാസ്റ്റൽ വാൾസ്, ഇതൊക്കെ ഓരോ ഇമേജറീസ് ആണ്. ദെൻ പേഴ്സോണിഫിക്കേഷൻ എന്ന് പറയുന്നത് ഹോൺസ് ഓഫ് എൽഫ്ലാൻഡ് ഫെയിൻറ്റ്ലി ബ്ലോയിങ് അല്ലേ. പോയിറ്റ് ഇമാജിൻസ് മാജിക്കൽ ബീയിങ്സ് പ്രൊഡ്യൂസിങ് സൗണ്ട്സ്. അതായത് മാജിക്കൽ ബീയിങ്സ് അവിടെ ഉണ്ട്, അല്ലെങ്കിൽ ജീവനുള്ള കുറച്ച് മാജിക്കലി അല്ലേ, മാജിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ അവിടെ ഉണ്ട്, അവരാണ് സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് അത് പേഴ്സോണിഫിക്കേഷനായി മാറുന്നത്. റെപ്പിറ്റേഷൻ അവിടെ കാണാൻ പറ്റും. അലിറ്ററേഷൻ അല്ലേ, ബ്ലോ, ബഗിൾ, ബ്ലോ, ബ്ലോ, ബഗിൾ, ബ്ലോ ഒക്കെ റെപ്പിറ്റേഷനുമാണ്. സിംബോളിസം എന്താണ്? ഇവിടുത്തെ മെയിൻ സിംബോളിസം എക്കോ തന്നെയാണ് അല്ലേ. എക്കോ സിംബലൈസസ് മെമ്മറി ആൻഡ് ദ ലാസ്റ്റിംഗ് എഫക്റ്റ് ഓഫ് എക്സ്പീരിയൻസ് എന്നുള്ളത്. ഇതിനൊരു അപ്രിസിയേഷൻ ഓഫ് ദ പോയം ചോദിച്ചാൽ എന്താണ്? പെട്ടെന്ന് ഇങ്ങനെ സിമ്പിളായിട്ട് അവിടെ എഴുതാം. ഇറ്റ്സ് ഓൾസോ ദെയർ ഇൻ യുവർ ടെക്സ്റ്റ് ബുക്ക് കേട്ടോ, അതൊന്ന് വായിച്ചാലും മതി. ദ സ്പ്ലെൻഡ് ഓഫ് ഫാൾസ് ഇസ് അഡ്മയർഡ് ഫോർ ഇറ്റ്സ് മ്യൂസിക്കൽ ബ്യൂട്ടി, റിച്ച് ഇമേജറി ആൻഡ് ഇമോഷണൽ ഡെപ്ത്. ഇതൊക്കെയാണ് നമുക്ക് ഒരു പോയറ്റിൽ കാണാൻ പറ്റുന്നത്. ദ പോയം ഡെമോൺസ്ട്രേറ്റ്സ് ടെന്നിസൺസ് എബിലിറ്റി ടു ട്രാൻസ്ഫോം ഓർഡിനറി നേച്ചുറൽ ഫിനോമിന ഇൻ ടു സിമ്പിൾസ് ഓഫ് ഹ്യൂമൻ എക്സ്പീരിയൻസ്. അപ്പോൾ സാധാരണ നമുക്ക് കാണാൻ പറ്റുന്ന നേച്ചറിലെ ആ ഒരു ഓരോ കാര്യത്തെയും ഹ്യൂമൻ ലൈഫുമായിട്ട്
അല്ലെങ്കിൽ ഹ്യൂമൻ എക്സ്പീരിയൻസുമായിട്ട് കണക്ട് ചെയ്ത് പറയുന്ന ആ ഒരു പോയറ്റിൻ്റെ കഴിവിനെ നമുക്കിവിടെ കാണാൻ പറ്റും അല്ലേ. ആൻഡ് ദ റിപ്പീറ്റഡ് എക്കോസ് മേക്സ് ദ പോയം അൺഫോർഗെറ്റബിൾ ആൻഡ് ഹൈലി ലിറിക്കൽ. അപ്പോൾ ആ റിപ്പീറ്റഡ് ആയിട്ടുള്ള പല കാര്യങ്ങളും ഈ ഒരു പോയത്തെ ലിറിക്കലാക്കി മാറ്റുന്നുണ്ട്. ആൻഡ് ഓൾസോ ഒരു അൺഫോർഗെറ്റബിൾ അല്ലെങ്കിൽ എന്താണ് ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആണ് റീഡേഴ്സിന് കൊടുക്കുന്നത് എന്നുള്ളതാണ്. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ദ പോയം ദ സ്പ്ലെൻഡർ ഫാൾസ് ബൈ ടെന്നിസൺ. ഇനി നമുക്കൊരു പോയം കൂടിയുണ്ട്, ദ ലേഡി ഓഫ് ഷാലറ്റ്, അത് നോക്കാം. ഓക്കെ, നൗ വി ആർ going to deal with the next poem, The Lady of Shalott by Alfred Lord Tennyson. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ഫേമസ് പോയമാണ്, ഈ ഒരു യൂണിറ്റിലെ ലാസ്റ്റ് പോയമാണ് ലേഡി ഓഫ് ഷാലറ്റ് എന്നുള്ളത്. അപ്പോൾ ഈ ഒരു ലേഡി ഓഫ് ഷാലറ്റ് എന്ന് പറയുന്ന ഒരു പോയം ഇറ്റ് ഈസ് നോൺ ആസ് എ ഫൈനസ്റ്റ് നറേറ്റീവ് പോയം ഓഫ് ടെന്നിസൺ എന്നുള്ളത്. ഓക്കെ, ഒരു ഫൈനസ്റ്റ് നറേറ്റീവ് പോയമാണ് ടെന്നിസൻ്റെ. ആൻഡ് ഓൾസോ ഇറ്റ് ഈസ് ഒരു മിനിറ്റ്, it is written ഒരു മിനിറ്റ്, ആ പോയം ഒന്ന് എടുക്കട്ടെ. 1 minute. Okay, so the poem is basically based on the Arthurian legend surrounding King Arthur and Camelot. അപ്പോൾ it is based on the Arthurian legends surroundings കിങ് ആർതർ ആൻഡ് ക്യാമലറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ആർതൂറിയൻ ലെജൻസ് ആയിട്ടുള്ള ആ ഒരു ടൈമിലെ കാര്യമായിട്ട് സിറ്റുവേറ്റ് ചെയ്തിട്ടുള്ള ഒരു അല്ലെങ്കിൽ ബേസ് ചെയ്തിട്ടുള്ള ഒരു പോയമാണ് ഇത്. എസ്പെഷ്യലി കിങ് ആർതറും അതുപോലെ തന്നെ ക്യാമലറ്റും. ക്യാമലറ്റ് എന്ന് പറയുന്ന ഒരു ലെജൻഡറി പ്ലേസിനെയാണ് നമ്മൾ ക്യാമലറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ക്യാമലറ്റ് ഒരു ലെജൻഡറി കാസ്റ്റിൽ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഈ ഒരു പോയറ്റിൽ നമുക്ക് കാണാൻ പറ്റുന്നത് ഇറ്റ് കമ്പൈൻസ് മിസ്റ്ററി, റൊമാൻസ്, സിംബോളിസം ആൻഡ് എന്താണ് ട്രാജഡി എന്നുള്ളൊരു കാര്യം. ഓക്കെ, നമുക്ക് സമ്മറിയിലേക്ക് പോവാം. അപ്പോൾ ഈ പോയത്തിൽ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു പെൺകുട്ടിയാണ്. ഓക്കെ, ആ പെൺകുട്ടിയാണ് ലേഡി ഓഫ് ഷാലറ്റ് എന്ന് പറയുന്നത്. സോ ഷാലറ്റ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ പ്ലേസ് ഓർ ഇറ്റ്സ് ആൻ ഐലൻഡ്. ഓക്കെ, ഒരു ഐസൊലേറ്റഡ് ആയിട്ടുള്ള ഒരു ഐലൻഡാണ് ഷാലറ്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു റിമോട്ട് വില്ലേജ് എന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ ആ ഒരു പെൺകുട്ടിക്ക് ഒരു കേഴ്സ് കിട്ടണം. അതായത് ആ കുട്ടി ഒരു ശാപത്തിൻ്റെ ഭാഗമായിട്ട് എന്താ പറയുക, ഷാലറ്റ് എന്ന് പറയുന്ന നഗരത്തിലെ ഏറ്റവും മുകളിലെ ഒരു സ്ഥലത്ത് അകപ്പെട്ടു പോവാണ്. ഓക്കെ, സോ അങ്ങനെ അകപ്പെട്ടു പോയിട്ട് അവിടുന്ന് ചുറ്റും അവൾക്ക് ആരെയും കാണാനോ മറ്റ് കാര്യങ്ങൾക്കോ ഒന്നിനും പറ്റുന്നില്ല. അങ്ങനെ ഒരു കാര്യം ഇതിൽ പറയുന്നുണ്ട്. സോ ദിസ് പോയം ഇസ് സെറ്റ് ഓൺ ആൻ ഐലൻഡ് കോൾഡ് ഷാലറ്റ്. വി ഹാവ് ഓൾറെഡി discussed about that and located near Camelot. Camelot എന്ന് പറയുന്ന ആ ഒരു ലെജൻഡറി പ്ലേസ് അല്ലെങ്കിൽ ആ ഒരു ബിൽഡിംഗ് ഉണ്ടല്ലോ, ലെജൻഡറി ബിൽഡിംഗ്, ആ ഒരു ബിൽഡിങ്ങിൻ്റെ അടുത്തുള്ളൊരു സ്ഥലമാണ് ഐലൻഡ് ആയിട്ടുള്ള ഷാലറ്റ് എന്നുള്ളത്. സോ ഇവിടെ നമുക്ക് ആ ഒരു പെൺകുട്ടി, ആ ഒരു ശാപം എന്താണെന്നൊന്നും ഇവിടെ പറയുന്നില്ല. എന്തോ ഒരു ഭാഗത്തിൻ്റെ ശാപമായിട്ടാണ് അവൾ അവിടെ ഒറ്റപ്പെട്ട് ജീവിക്കുന്ന ഒരു സിറ്റുവേഷൻ വന്നിട്ടുള്ളത്. സോ ആ ഒരു ടവറിൻ്റെ മുകളിൽ, അതായത് കുറേ ഉയരത്തിൽ ആ ടവറിൻ്റെ മുകളിൽ ഇവളെ ഇങ്ങനെ അടച്ചിട്ടിരിക്കുകയാണ്. അങ്ങനെ ഒരു അകപ്പെട്ടു പോയിരിക്കുന്ന ഒരു സിറ്റുവേഷനാണ്. അപ്പോൾ ഒരാൾക്കും അവളെ കാണാൻ പറ്റുന്നില്ല, അവൾക്കും ഒരാളെ കാണാൻ പറ്റുന്നില്ല. അങ്ങനെ ഒരു ഐസൊലേറ്റഡ്, ഒരു ലോൺലിനെസ് ആയിട്ട് ജീവിക്കേണ്ടി വരുന്ന ഒരു പെൺകുട്ടിയുടെ കഥയാണ് ഇതിൽ പറയുന്നത്. ഓക്കെ, സോ നോബഡി ഹാസ് സീൻ ഹർ ആൻഡ് ഷീ ലിവ്സ് ഇൻ ആൻ ഐസൊലേഷൻ. സോ എ മിസ്റ്റീരിയസ് കേഴ്സ് ഹാസ് ബീൻ പ്ലേസ്ഡ് അപ്പോൺ ഹർ. നമുക്കറിയില്ല എന്താണ് ആ കേഴ്സ് എന്നുള്ളത്. ഷീ കനോട്ട് ലുക്ക് ഡയറക്ട്ലി അറ്റ് ദ ഔട്ട്സൈഡ് ഓഫ് ദ വേൾഡ്, അല്ലേ, വേൾഡിലേക്ക് ഡയറക്റ്റായിട്ട് നോക്കാൻ പറ്റുന്നില്ല. ഇൻസ്റ്റെഡ് ഷീ സീസ് ലൈഫ് ഓൺലി ത്രൂ എ മിറർ ആൻഡ് വീവ്സ് ദാറ്റ് ഷീ സീസ് ഇൻ ടു എ മാജിക്കൽ വെബ്. അങ്ങനെ ഒരു മാജിക്കൽ വെബിലൂടെ അവൾക്ക് അവളുടെ മിററിലൂടെ മാത്രം, അവളെ തന്നെ മാത്രമാണ് അവൾക്ക് അവിടെ കാണാൻ പറ്റുന്നത്. Okay, so the lady watches shadows of people passing by, including farmers, market girls and knights. അപ്പോൾ അതിലൂടെ ആ ടവറിൻ്റെ മുകളിൽ ഇരുന്നിട്ട് അവൾക്ക് കാണാൻ പറ്റുന്നത് ഈ ആൾക്കാരുടെ ഷാഡോസ് മാത്രമാണ്. അവിടെ അതിലൂടെ പോകുന്ന ആൾക്കാരുടെ നിഴൽ മാത്രമാണ്. കുറേ ആൾക്കാർ പോകുന്നതായിട്ട് ആ നിഴൽ കണ്ടിട്ട് അവൾ മനസ്സിലാക്കുകയാണ്. അതിലൂടെ ഫാമേഴ്സ് പോകുന്നുണ്ട്, അതേപോലെ മാർക്കറ്റ് ഗേൾസ് പോകുന്നുണ്ട്, നൈറ്റ്സ് പോകുന്നുണ്ടൊക്കെ. പക്ഷേ അവൾ നേരിട്ട് ഡയറക്റ്റ്ലി അവൾ കാണുന്നില്ല. ഷീ ലോങ്സ് ടു എക്സ്പീരിയൻസ് റിയൽ ലൈഫ് റാദർ ദാൻ മിയർലി ഒബ്സർവിങ് റിഫ്ലക്ഷൻസ്. അപ്പോൾ ആ ഒരു റിഫ്ലക്ഷൻസ് കാണുന്നതിനുപരി അവരെ റിയൽ ആയിട്ട് കാണാൻ പറ്റിയിരുന്നെങ്കിൽ അവൾ അവിടെ അങ്ങനെ പ്രതീക്ഷിക്കുന്ന, അല്ലെങ്കിൽ അവൾ എന്ത് ചെയ്യാണ്, അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ ലോങ് ചെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റും. ഒരു ദിവസം അവൾ എന്ത് ചെയ്യുന്നുണ്ട് അറിയോ? ഷീ സീസ് സർ ലാൻസ്ലോട്ട് എന്ന് പറയുന്ന ഒരാളെ, റൈഡ് ചെയ്ത് പോകുന്ന ഒരാളെ കാണുകയുണ്ടായി. അതായത് ക്യാമലോട്ടിലേക്ക് പോകുന്ന ഒരാളാണത്. ഒരു എന്താ പറയുക, നമുക്കൊരു വാരിയർ എന്ന് വേണമെങ്കിൽ പറയാം.
ഹി ഈസ് ഹാൻസം ആൻഡ് റാഡിയൻ. വളരെ ഹാൻസം ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെ എന്താണ് കാണാൻ ഭംഗിയുള്ള ഒരാളായിരുന്നു അത്. ഫാസിനേറ്റഡ് ബൈ ഹിം ഷി ലുക്സ് ഡയറക്ട്ലി ഔട്ട് ഓഫ് ദ വിൻഡോ. അങ്ങനെ അവൾ അത് ഭയങ്കരമായിട്ട് അയാളെ കാണണം എന്നുള്ള അതിലൂടെ അവൻ്റെ ആ ഭംഗിയിൽ ഫാസിനേറ്റഡ് ആയിട്ട് അവൾ ആ വിൻഡോയിൽ പുറത്തേക്ക് നോക്കുന്നുണ്ട്. അപ്പോൾ അതിന് മുന്നേ അവൾ ഒരിക്കലും പുറത്തേക്ക് നോക്കാൻ മുതിർന്നിട്ടുണ്ടായിരുന്നില്ല. കാരണം അവൾക്കൊരു ശാപം കിട്ടിയിട്ടാണ് അവൾ ആ ടവറിൽ കുടുങ്ങിപ്പോയിട്ടുള്ളത്. അപ്പോൾ പുറത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇനി അവൾക്ക് വല്ല മരണം സംഭവിക്കുമോ, അല്ലെങ്കിൽ ആ ഒരു ശാപത്തിന് ഉപരി അല്ലേ പുറത്തെ രക്ഷപ്പെടാൻ നോക്കിക്കഴിഞ്ഞാൽ അവൾക്ക് അത് വളരെ ഡേഞ്ചർ ആവും എന്നുള്ളതൊക്കെ പേടിച്ചിട്ട് അവൾ അതിനൊന്നും കുനിഞ്ഞിരുന്നില്ല. എന്നാൽ ആഫ്റ്റർ സീയിങ് ദിസ് പേഴ്സൺ അല്ലേ സർ ലാൻസ്ലോട്ട്, അയാളെ കണ്ട ശേഷം അവൾ ആ വിൻഡോൻ്റെ പുറത്തേക്ക് നോക്കുകയാണ്. അപ്പം അങ്ങനെ ആ ഒരു പുറത്തേക്ക് നോക്കിയപ്പോൾ അവൾ എന്താണ് റിയൽ വേൾഡിനെ കാണുകയാണ് ഉണ്ടായത് അല്ലേ. അങ്ങനെ റിയൽ വേൾഡ് കണ്ടപ്പോൾ ആ ഒരു ശാപം മൊത്തമായിട്ട് അവളുടെ തലയിലേക്ക് അങ്ങനെ വീഴുകയാണ്. അങ്ങനെ എന്താണ് ആ മിറർ അവിടുന്ന് പൊട്ടിപ്പോയിട്ട് ദ മിറർ ക്രാക്സ് ആൻഡ് ഹർ വുമൻ വെബ് ഫ്ലൈസ് എവേ. അങ്ങനെ അവൾ ആ ഒരു വുമൻ ആയിട്ടുള്ള വുവൻ വെബ് എന്ന് പറഞ്ഞ സാധനം ഉണ്ടല്ലോ അവിടെ, അതൊക്കെ ഇങ്ങനെ ഫ്ലൈസ് എവേ അങ്ങനെ പറന്നുപോയി. നോയിങ് ദാറ്റ് ഹർ ഡെത്ത് ഈസ് നിയർ. അപ്പോൾ അവൾക്ക് മനസ്സിലായി ഒരിക്കലും നോക്കാൻ പാടില്ലായിരുന്നു പുറത്തേക്ക്, ശാപം കിട്ടിയത് കൊണ്ട് തന്നെ. അപ്പോൾ നോക്കിയ സ്ഥിതിക്ക് എന്തായാലും ഇനി അവൾ അത് മരിക്കാൻ പോവുകയാണെന്ന് അവൾക്ക് മനസ്സിലായി. ഷി ലീവ്സ് ഹർ ടവർ ആൻഡ് ഫൈൻസ് എ ബോട്ട്. അങ്ങനെ അവൾ അവിടുന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുകയാണ്, എങ്ങനെയെങ്കിലുമൊക്കെ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട്. എന്നിട്ട് അവളൊരു ബോട്ട് കണ്ടെത്തുകയാണ്. ഷീ റൈറ്റ്സ് ഹർ നെയിം ഓൺ ദ ബോട്ട് ആൻഡ് ഫ്ലോട്ട്സ് ഡൗൺ ദ റിവർ ടുവേർഡ് ക്യാംലെറ്റ് വൈൽ സിംഗിങ് ഹർ ഫൈനൽ സോങ്. അങ്ങനെ അവൾ ആ ബോട്ടിൽ കയറി ഇരുന്നിട്ട് അവളുടെ പേര് അതിൽ എഴുതിയിട്ട് നേരെ കാണുന്ന ആ ഒരു ക്യാംലെറ്റിൻ്റെ സ്ഥലത്തേക്ക് അവൾ ഇങ്ങനെ എന്ത് ചെയ്യണം, ആ പുഴയിലൂടെ ഇങ്ങനെ ഫ്ലോട്ട് ചെയ്ത് പോവുകയാണ് ബോട്ടിൽ. അങ്ങനെ ബിഫോർ റീച്ചിങ് ക്യാംലെറ്റ് ഷീ ഡൈസ്. പക്ഷേ ക്യാംലെറ്റിൽ എത്തിയില്ല, അതിന് മുന്നേ അവൾ അവിടെ മരിക്കുന്ന ഒരു സിറ്റുവേഷൻ നമുക്കവിടെ കാണാൻ പറ്റുന്നത്. സോ ദ പീപ്പിൾ ഓഫ് ക്യാംലെറ്റ് ആർ അസ്റ്റോണിഷ്ഡ് വെൻ ദേ സീ ഹർ ബോഡി. അങ്ങനെ ആ ക്യാംലെറ്റിൽ എത്തിയപ്പോൾ ആ ഒരു ബോട്ട് ഒബ്വിയസ്ലി ഓട്ടോമാറ്റിക്കലി അവിടെ എത്തിയിട്ടുണ്ട്. അവിടെ എത്തിയപ്പോൾ ആ ക്യാംലെറ്റിലെ ആളുകൾ അവളുടെ ബോഡി കാണാൻ ഇടയാവുകയും അവർ സർപ്രൈസ്ഡ് ആവും, അല്ലെങ്കിൽ അവർ അവിടെ ആൻസൈറ്റി, അവർക്ക് എന്താണ് സംഭവം എന്ന് അറിയുന്നില്ല. അങ്ങനെ സർ ലാൻസ്ലോട്ട് ലുക്സ് അറ്റ് ഹർ ആൻഡ് പ്രേസ് ദാറ്റ് ഗോഡ് മേ ബ്ലസ് ഹർ. അങ്ങനെ ആ സർ ലാൻസ്ലോട്ടും അവളെ ബോഡി കാണുകയാണ്. എന്നിട്ട് അവൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് അവിടെ ചെയ്യുന്നത്. നല്ലത് വരുത്തട്ടെ ഭഗവാൻ, നിത്യശാന്തി നേരട്ടെ എന്നുള്ളൊരു കാര്യം അങ്ങനെ പ്രാർത്ഥിക്കുന്ന ഒരു കാര്യം, അതിലൂടെയാണ് ആ ഒരു പോയം എൻഡ് ചെയ്യുന്നത്. ഓക്കെ, സോ ഇതിൽ നമുക്ക് കുറേ കാര്യം പറയാൻ പറ്റും. നിങ്ങൾക്ക് പോയം ടെക്സ്റ്റിൽ കാണാൻ പറ്റുന്ന ഒരു ലോങ് ആയിട്ടുള്ളൊരു പോയമാണ്. അപ്പോൾ പോയത്തിന് നമുക്ക് എന്ത് ചെയ്യാം, 4 പാർട്ടുകളായിട്ട് പറയാം. ഓക്കെ, ഫസ്റ്റ് പാർട്ട് ദ ബ്യൂട്ടിഫുൾ വേൾഡ് ഔട്ട്സൈഡ്, പുറത്ത് കാണാൻ പറ്റുന്ന ആ ഒരു ബ്യൂട്ടിഫുൾ വേർഡിനെ കുറിച്ചിട്ടാണ് ഫസ്റ്റ് പാർട്ട് സംസാരിക്കുന്നത്. ബിഗിൻ ചെയ്യുന്നത് തന്നെ എങ്ങനെയാണ്, ഡിസ്ക്രൈബിങ് ദ ബ്യൂട്ടിഫുൾ ലാൻഡ്സ്കേപ്പ് അറൗണ്ട് ക്യാംലെറ്റിൻ്റെ ചുറ്റുപാടുള്ള ബ്യൂട്ടിഫുൾ ഏരിയനെ കുറിച്ചിട്ട് വർണ്ണിച്ചുകൊണ്ടാണ്. അവിടെ എന്തൊക്കെ ഉണ്ട്, ഫീൽഡ്സ് ഓഫ് ബാർലി ആൻഡ് റൈ, റിവർ ഫ്ലോയിങ് ടുവേർഡ്സ് ക്യാംലെറ്റ്, ദെൻ വിലോസ് ആൻഡ് ആസ്പെൻസ്, പീപ്പിൾ ട്രാവലിംഗ് ടു ആൻഡ് ഫ്രം ക്യാംലെറ്റ്, ആ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇവിടുത്തെ സിഗ്നിഫിക്കൻസ് എന്താണ്, കോൺട്രാസ്റ്റ് ബിറ്റ്വീൻ ദ ലൈവ്ലി ഔട്ട്സൈഡ് വേൾഡ് ആൻഡ് ദ ലോൺലി ടവർ അല്ലേ. ലൈവ്ലി ആയിട്ട് പുറത്തുള്ള ആ ഒരു അല്ലെങ്കിൽ റിയൽ ലൈഫും ഉള്ളിൽ അവൾ അനുഭവിക്കുന്ന ആ ഒരു ലോൺലി ടവറിൻ്റെയും ആ ഒരു കോൺട്രാസ്റ്റാണ് നമുക്കിതിലൂടെ കാണാൻ പറ്റുന്നത്. അത് തന്നെയാണ് ഈ ഒരു പോയത്തിലെ സെൻട്രൽ കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്നതും, അതായത് റിയാലിറ്റി വേഴ്സസ് ഐസൊലേഷൻ എന്നുള്ളത്. പാർട്ട് 2 നമുക്ക് പറയാൻ പറ്റും ലേഡീൻ്റെ അല്ലേ, ലേഡി ഓഫ് ഷാലറ്റിൻ്റെ ആ ഒരു ഐസൊലേറ്റഡ് ലൈഫിനെ കുറിച്ചിട്ടാണ്. ലേഡി സീസ് ഓൺലി ഷാഡോസ് ഇൻ ഹർ മിറർ. ആ മിററിൽ അവൾക്ക് അവളുടെ ഷാഡോസ് മാത്രമാണ് കാണാൻ പറ്റുന്നത് അല്ലേ. ഫാമേഴ്സ് വർക്ക് ചെയ്യുന്നതും മാർക്കറ്റ് ഗേൾസിൻ്റെയും പ്രീസ്റ്റിൻ്റെയും യങ് ലവേഴ്സിൻ്റെയും നൈറ്റ്സ് റൈഡിങ് ടു ക്യാംലെറ്റ്, ആ നൈറ്റ്സിൻ്റെയൊക്കെ കാര്യങ്ങളൊക്കെയാണ് അവിടെ കാണാൻ പറ്റുന്നത്. അപ്പോൾ സർ ലാൻസ്ലോട്ട് എന്നുള്ളത് ഒരു നൈറ്റാണ്, നോട്ട് എ വാരിയർ നൈറ്റ് കേട്ടോ. സോ അവരുടെയൊക്കെ റിഫ്ലക്ഷനാണ്, റിയൽ ആയിട്ട് അവരൊന്നും കാണാൻ പറ്റുന്നില്ല. സോ ഇവിടെ ഈ ഒരു പാർട്ട് സിംബലൈസ് ചെയ്യുന്നത് ലൈഫ് ഓഫ് ആൻ ആർട്ടിസ്റ്റ് ഹു ഒബ്സർവ്സ് റിയാലിറ്റി ഫ്രം എ ഡിസ്റ്റൻസ് ബട്ട് റിമെയിൻസ് ഡിറ്റാച്ച്ഡ് ഫ്രം ഇറ്റ് അല്ലേ. അതായത് ഒരു ആർട്ടിസ്റ്റിൻ്റെ ലൈഫ് എങ്ങനെയായിരിക്കും, എല്ലാം പുറമേ നിന്ന് കണ്ടിട്ട് റിയാലിറ്റി ഒബ്സർവ് ചെയ്തിട്ട് അല്ലേ, ഡിസ്റ്റൻ്റ് ആണ്, പക്ഷേ അത് അതിൽ നിന്ന് ഡിറ്റാച്ച്ഡ് ആയിട്ട് നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ. പാർട്ട് 3 ആണ് അവിടെ സർ ലാൻസ്ലോട്ടിൻ്റെ ഒരു അറൈവൽ കാണിക്കുന്നത്. അയാളെ കുറിച്ച് പറയുന്നുണ്ട്, ഹാൻസം, ബ്രില്യൻ, നോബൽ, ഫുൾ ഓഫ് ലൈഫ് ആൻഡ് എനർജി എന്നുള്ളത്. അപ്പോൾ ഇവിടെ അവൾ ആർമർ ഷൈൻസ് ബ്രൈറ്റ്ലി, ദെൻ ഹി സിങ്സ് ആസ് ഹി റൈഡ് ആകുമ്പോൾ അവൻ പാട്ട് പാടുന്ന കാര്യമൊക്കെ പറയുന്നുണ്ട്. ദെൻ ലേഡി ഈസ് ക്യാപ്റ്റിവേറ്റഡ് ബൈ ഹിസ് ബ്യൂട്ടി ആൻഡ് വൈറ്റാലിറ്റി. ഓക്കെ, അങ്ങനെ
എന്നിട്ടാണ് ആ ഒരു മിറർ പൊട്ടുകയും അല്ലേ ഇവൾ കേഴ്സ് കംസ് അപ്പോൺ മീ ക്രൈഡ് ദ ലേഡി ഷാലറ്റ് എന്ന് പറയുന്ന ഒരു കാര്യം അത് എന്താ പോയത്തിലെ വരികളാണ്. ഇവിടുത്തെ സിഗ്നിഫിക്കൻസ് എന്താണ്? ബൈ ചൂസിങ് റിയാലിറ്റി ഓവർ ഷാഡോസ് ഷീ ബ്രേക്ക് ദ കേഴ്സ്. അങ്ങനെ ഷാഡോൻ്റെ മറവിൽ നിന്ന് അവൾ ആ റിയാലിറ്റി ബ്രേക്ക് ചെയ്യുമ്പോൾ അവൾ അവിടെ ആ ഒരു കേഴ്സും കൂടി ബ്രേക്ക് ചെയ്യാണ്, അല്ലെ ഒരു ശാപത്തെയും ബ്രേക്ക് ചെയ്യുകയാണെന്നാണ് പറയുന്നത്. ലാസ്റ്റ് പാർട്ട് 4 എന്ന് പറയുന്നത് ഡെത്ത് ഓഫ് ദ ലേഡിയാണ്. അവിടെ എന്താണ്? ഷീ ഫൈൻഡ്സ് എ ബോട്ട് ബിസൈഡ്സ് ദ റിവർ, ഷീ റൈറ്റ്സ് ഹർ നെയിം, എന്നിട്ട് അവൾ ലേഡി ഓഫ് ഷാലറ്റ് എന്ന് അവിടെ ആ ബോട്ടിൽ എഴുതി വെക്കുന്നുണ്ട്. ദെൻ ഷീ ലൈസ് ഡൗൺ ഇൻ ദ ബോട്ട്, ദ ബോട്ട് ഫ്ലോട്ട്സ് ടുവേർഡ്സ് ക്യാംലെറ്റ്. അങ്ങനെ അവിടെ കിടക്കുകയും അങ്ങനെ അവൾ അവിടെ മരിക്കുകയും എന്നിട്ട് ക്യാംലെറ്റിലേക്ക് ആ ഒരു ബോട്ട് പോവുകയും ചെയ്യുന്നു. ആസ് ഷീ മൂവ്സ് ഡൗൺ ദ റിവർ ഷീ സിങ്സ് വൺ ഫൈനൽ സോങ്. അങ്ങനെ അവൾ അവളുടെ ജീവിതത്തിൽ അവസാന പാട്ട് അവിടെ പാടുന്നുണ്ട്. ഓക്കെ, ദ പീപ്പിൾ ഓഫ് ക്യാംലെറ്റ് സീസ് ദ മിസ്റ്റീരിയസ് ഡെഡ് വിമൻ. ദെൻ ഇവൻ സർ ലാൻസ്ലോട്ട് ഇസ് മൂവ്ഡ് ബൈ ഹർ ബ്യൂട്ടി ആൻഡ് സേസ് ഗോഡ് ഇൻ ഹസ് മെർസി ലെൻഡ് ഹർ ഗ്രേസ് എന്നുള്ളത്. അപ്പോൾ സർ ലോൺസ് ആരെയാണ്? ഓക്കെ, സർ ലാൻസ്ലോട്ടിനും അവളെ ഒരു ബ്യൂട്ടിയിൽ എന്താണ് അട്രാക്റ്റഡ് ആവേണ്ടതെന്നും പറയുന്നുണ്ട്. അപ്പോൾ അവളൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഗേൾ ആണെന്നുള്ളതും കൂടിയാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഇത്രയാണ് 4 പാർട്ടായിട്ട് ഈ ഒരു കവിതേനെ തിരിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിൽ മേജർ തീംസ് നമുക്ക് പറയാൻ പറ്റും അല്ലേ? ആർട്ട് ആൻഡ് റിയാലിറ്റി, ഡിസയർ ആൻഡ് ലോങ്ങിങ്, ഫേറ്റ് ആൻഡ് ട്രാജഡി എന്നുള്ളത്. ദെൻ ഫ്രീഡം ഓൾസോ. സോ ഐസൊലേഷൻ ലോൺലിനെസ് നമുക്ക് പറയാം. ലേഡി ലീവ്സ് എൻറ്റയർലി എലോൺ അല്ലേ? ഫുള്ളായിട്ട് അവൾ എലോൺ ആയിട്ടാണ് ജീവിച്ചിട്ടുള്ളത്. ഹർ ടവർ സിംബലൈസസ് ഇമോഷണൽ ആൻഡ് സോഷ്യൽ ഐസൊലേഷൻ. ഇമോഷണൽ ടവറിനെ സിംബലൈസ് ചെയ്യുന്നത് ഇമോഷണലാണ്, സോഷ്യൽ ഐസൊലേഷനാണ്. ആൻഡ് ഷീ ലോങ്സ് ഫോർ കമ്പാനിയൻഷിപ്പ് ആൻഡ് ഹ്യൂമൻ എക്സ്പീരിയൻസ്. അതിനൊക്കെ അവൾ ആഗ്രഹിക്കുന്നുണ്ട്, പക്ഷെ പറ്റുന്നില്ല. ആർട്ട് വേഴ്സസ് റിയാലിറ്റിയിൽ എന്താണ്? ഒരു സെൻട്രൽ തീം തന്നെയാണ് ഇത് കേട്ടോ. അതായത് മിറർ ആൻഡ് ടെബസ്ട്രി റെപ്രസെൻറ്റ്. ആ മിററൊക്കെ അവിടെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് ആർട്ടിന്, ഇമാജിനേഷൻ, ഇൻഡയറക്റ്റ് എക്സ്പീരിയൻസിനൊക്കെയാണ്. ഔട്ട്സൈഡ് വേൾഡ് റെപ്രസെൻറ്റ് ചെയ്യുന്നത് എന്തിനൊക്കെയാണ്? റിയൽ ലൈഫ്, ഹ്യൂമൻ റിലേഷൻഷിപ്പ്, ഡയറക്റ്റ് എക്സ്പീരിയൻസ്. ലേഡി അൾട്ടിമേറ്റ്ലി ചൂസസ് റിയാലിറ്റി എന്ന് പറയുന്നുണ്ട്. ദെൻ ഡിസയർ ഫോർ ലോങ്ങിങ്. പല കാര്യങ്ങൾക്ക് വേണ്ടി അവൾ ആഗ്രഹിക്കുന്നുണ്ട്. ലവ്, ഹ്യൂമൻ കമ്പനി, പാർട്ടിസിപ്പേഷൻ ഇൻ ലൈഫ് എല്ലാം. ഓക്കെ, ദെൻ ഐ ആം ഹാഫ് സിക്ക് ഓഫ് ഷാഡോസ്. അതൊക്കെ അതിലെ ലൈൻസ് ആണ് കേട്ടോ. അതെന്താണ് എക്സ്പ്രസ് ചെയ്യുന്നത്? അവളുടെ ഒരു ഡീപ്പ് ആയിട്ടുള്ള ഡിസാറ്റിസ്ഫാക്ഷനെയാണ്. ദെൻ ഫ്രീഡം. ലേഡീസ് ബ്രേക്സ് ദ കേഴ്സ് ബിക്കോസ് ഷീ വാണ്ട്സ് ഫ്രീഡം. അങ്ങനെ ലാസ്റ്റ് അവൾ അത് ബ്രേക്ക് ചെയ്യുന്നത് അവൾക്കൊരു ഫ്രീഡം വേണമെന്ന് തോന്നിയിട്ടാണ്. ആൻഡ് ഷീ പ്രിഫേഴ്സ് എക്സ്പീരിയൻസ് ലൈഫ് ഈവൺ ഇഫ് ഇറ്റ് ലീഡ്സ് ടു ഡെത്ത്. അങ്ങനെ ഡെത്തിലേക്ക് നയിക്കുമെന്ന് അവൾ അറിഞ്ഞിട്ട് കൂടി അവൾ ചൂസ് ചെയ്യുന്നത് അല്ലേ? എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട്, ലൈഫിനെ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. Then fate and tragedy. Mysterious curse symbolizes forces beyond human control. നമുക്ക് നമ്മുടെ കൺട്രോളിൽ നിൽക്കാൻ പറ്റാത്ത കാര്യങ്ങൾ അല്ലേ? ഫേറ്റ്, വിധി എന്നുള്ളത് തന്നെ അവിടെ പറയുന്നുണ്ട്. ഹർ അറ്റംപ്റ്റ് ടു എസ്കേപ്പ് ഐസൊലേഷൻ എൻഡ്സ് ട്രാജിക്കലി. അങ്ങനെ അവൾ ഐസൊലേഷനിൽ നിന്നും എസ്കേപ്പ് ചെയ്യാൻ അറ്റംപ്റ്റ് ചെയ്യുന്നുണ്ട്, പക്ഷെ അത് എത്തുന്നത് ഒരു ട്രാജിക്കൽ എൻഡിലേക്കാണ്. ഇനി അതിലെ ടവർ റെപ്രസെൻറ്റ് ചെയ്യുന്നുണ്ട്. സിമ്പിൾസ് എന്തൊക്കെയാണ്? ടവർ, മിറർ, വെബ് ഓഫ് ടെബസ്ട്രി, ക്യാമലറ്റ്, റിവർ, ദെൻ സർ ലാൻസ്ലട്ട്, ഒക്കെ ഓരോ സിമ്പിൾസ് ആണ് അല്ലേ? മിറർ എന്ത് പറയാം? ടവർ എന്ത് പറയാം? ഐസൊലേഷൻ ആണ്, ഇംപ്രിസൺമെൻ്റ് ആണ്, സെപ്പറേഷൻ ഫ്രം സൊസൈറ്റി ആണ്. മിറർ എന്തിൻ്റെ റെപ്രസെൻറ്റേഷൻ ആണ്? റിഫ്ലക്റ്റഡ് റിയാലിറ്റി, ഇൻഡയറക്റ്റ് എക്സ്പീരിയൻസ്, ആർട്ട് ആൻഡ് ഇമാജിനേഷൻ. വെബ് ഓഫ് ടെബസ്ട്രി എന്ന് പറയുന്നത് ആർട്ടിസ്റ്റിക് ക്രിയേഷൻ ആണ്. ദെൻ ആർട്ടിസ്റ്റിൻ്റെ ഇൻ്റർപ്രിട്ടേഷൻ ഓഫ് ലൈഫ് ആണ്. ക്യാമലറ്റ് എന്താണ്? ഒരു സൊസൈറ്റീനെയാണ് അവിടെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്, ഹ്യൂമൻ ആക്ടിവിറ്റി, അതുപോലെ തന്നെ റിയൽ ലൈഫ്. Then the river represents journey, transition from life to death. Then സർ ലാൻസ്ലോട്ട് എന്ന് പറയുന്ന ആ ഒരു നൈറ്റ് മാൻ എന്താണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്? ബ്യൂട്ടി, ലൈഫ്, ഡിസയർ, ഹ്യൂമൻ എക്സ്പീരിയൻസ്. ഇതിലെ ലിറ്റററി ഡിവൈസുകൾ പോയി നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇമേജറീസ് ഉണ്ട്, സിംബോളിസം ഉണ്ട്, റെപ്പിറ്റേഷൻ ഉണ്ട്, അലിറ്ററേഷൻ ഉണ്ട്, പേഴ്സോണിഫിക്കേഷൻ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയാണ് കാര്യങ്ങൾ പറയാനുള്ളത്. ദ പോയം ക്യാൻ ഓൾസോ ബി റീഡ് ആസ് ദ സ്റ്റോറി ഓഫ് ആൻ ആർട്ടിസ്റ്റ് ഹു ലോങ്സ് ടു പാർട്ടിസിപ്പേറ്റ് ഇൻ റിയൽ ലൈഫ് ഇൻസ്റ്റെഡ് ഓഫ് മിയർലി ഒബ്സർവിങ് ഇറ്റ് ഫ്രം എ ഡിസ്റ്റൻസ് എന്നുള്ളത്. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ പറയാനുള്ളത് കേട്ടോ. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ദിസ് പോയം. അപ്പോൾ നമുക്ക് ഇതിലൂടെ ആരെ പറയാൻ പറ്റും? നമ്മുടെ ലോർഡ് ടെന്നിസൻ്റെ ഒരു നറേറ്റിംഗ് സ്റ്റൈലിനെ കുറിച്ചിട്ട് നമുക്ക് പറയാൻ പറ്റും അല്ലേ? അതായത് ഒരു ലിറിക് പോയറ്റാണ് അദ്ദേഹം എന്ന് പറയാൻ പറ്റും. റിമാർക്കബിൾ ആയിട്ടുള്ള മ്യൂസിക്കൽ ക്വാളിറ്റി ഉണ്ട്, റിച്ച് വിവിഡ് ഇമേജറീസ് ആണ് ഇതിലെല്ലാം യൂസ് ചെയ്തിട്ടുള്ളത്. പ്രൊഫൈൻഡ് ആയിട്ടുള്ള ഹ്യൂമൻ ഇമോഷൻസ് അദ്ദേഹം കൊണ്ടുവന്നിട്ടുണ്ട്. മെമ്മറബിൾ ആയിട്ടുള്ള സിമ്പിൾസും ഇമേജസും യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ പോയംസ് എല്ലാം റിവീൽ ചെയ്യുന്നത് ഒരു ഫിലോസഫിക്കൽ ഡെപ്തിലേക്ക് ചെയ്യുന്നുണ്ട് അല്ലേ? ദെൻ പോയറ്റിക് ടെക്നിക്സുകൾ ഏതൊക്കെയാണ് അദ്ദേഹം യൂസ് ചെയ്തിട്ടുള്ളത്? മ്യൂസിക്കൽ റിതം, സൗണ്ട് പാറ്റേൺസ്, ദെൻ റിച്ച് ഇമേജറി, ദെൻ പിക്ചോറിയൽ ഡിസ്ക്രിപ്ഷൻ, സിംബോളിസം ആൻഡ് സജസ്റ്റീവ് മീനിങ്സ്, റെപ്പിറ്റേഷൻ ഫോർ ഇമോഷണൽ ഇഫക്റ്റ്,
careful choice for words, blending of reality and imagination, exploration of human psychology, dramatic narration and storytelling. ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ എന്താണ് ടെക്നിക്സ് അല്ലേ, നറേറ്റീവ് ടെക്നിക്സ് ആണ് അല്ലെങ്കിൽ പോയറ്റിക് ടെക്നിക്സ് ആണ് എന്ന് നമുക്ക് പറയാം. സോ ഈ ഒരു യൂണിറ്റ് ഇത്രയേ ഉള്ളൂ. ഓൾ അബൌട്ട് ദിസ് യൂണിറ്റ്. That's all about this unit. എന്താണ്, we have discussed about Alfred Lord Tennyson and his two poems, The Lady of Shalott and The Splendor Falls എന്നുള്ളത്. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഐ ഹോപ്പ് ദീസ് ഓൾ ആർ ക്ലിയർ ഫോർ യു. ഇനി എന്ത് ചെയ്യുക, ഡൗട്ടുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കുക, ടെക്സ്റ്റ് നന്നായിട്ട് വായിക്കുക കേട്ടോ. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ്. താങ്ക് യു.